എബ്രായ ലേഖനം തർജ്ജമ ലേഖനമാകാൻ കാരണം ഒറ്റ വാക്കി പറഞ്ഞാൽ, വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സ്ഥിരതയുള്ളവരാക്കി നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. വിശ്വാസത്തിൽ പെശക് സംഭവിക്കാം, അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പാൻറ് ഇട്ടുകൊണ്ട് എടുക്കണോ, കാച്ചട്ട ഇട്ടുകൊണ്ട് എടുക്കണോ, പെശക. മനസ്സിലാകാഴിയ പേരും ഫോൺ നമ്പരും വണ്ടിയുടെ നമ്പർ വരെ വിളിച്ച് പറയുന്നു, അതാണോ ശരി? ഒന്നും മിണ്ടാതെ വചനം പറയുന്നതാണോ ശരി? പെശക. ആഭരണം ഇടുന്നതാണോ ശരി, ആഭരണം ഇടാത്തതാണോ ശരി? പെശക ഉണ്ടാക്കുന്നതാണോ ശരി, ശാന്തമായിട്ടിരിക്കുന്നതാണോ ശരി? പിന്നെ അവൻ അവസരം കിട്ടുമ്പോൾ അവൻ മായി വരുന്നതെല്ലാം കുഴയല്ലേ കിടന്ന്. അപ്പോൾ എബ്രായ ലേഖനം പൗലോസ് എഴുതിയ ലേഖനമാണ്. പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്, അതാണ് പ്രധാനപ്പെട്ടൊരു പദം, ഏറെ നല്ലത്. ഇതൊക്കെ ദൈവദാസന്മാർക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാൻ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ സുവിശേഷ വേല ചെയ്യുന്നവരാ. പിന്നെ നിങ്ങളിരിക്കുന്നത് ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അത് എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തെറ്റുന്നുണ്ടോ, ഒക്കുന്നുണ്ടോ പറയുന്നത്. സന്തോഷം. എവിടെയായിരുന്നു? ഞാൻ പുനലൂരായിരുന്നു. ഓ, അങ്ങനെ ഓരോരുത്തരൊക്കെ. ന്യൂ ഇന്ത്യ ചർച്ചക്കോടുകാർ എവിടാ? ഞങ്ങൾ ബത്തേസ്തയിലായിരുന്നു. ചിങ്ങാനം, ചിങ്ങവനമെന്ന് ചെല്ലു പറയത്തില്ല, ചിങ്ങാനം. എവിടെ പോന്നു? ചിങ്ങാനത്ത്. മൊന്നുണ്ടിയാന്നോ? ഷാരോങ്കാർ ആണ്ടോട് ആണ്ടൊക്കെ എല്ലാവരും കൂടെ. TPM-കാർക്ക് മദ്രാസ് കൺവെൻഷൻ. ഓ, എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു. പിന്നെ ആരാണ്ട് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ. അതെ. അപ്പൊ യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് യെരൂശലേം ദേവാലയം, യെരൂശലേം, കാരണം ഇങ്ങനെ തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളം നിന്നെ മറക്കട്ടെ, എൻ്റെ നാവ് അണ്ണാക്കോട് എത്തിപ്പോകട്ടെ എന്നൊക്കെയാ. യെരൂശലേമിനെ മറക്കരുതെന്ന. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് യെരൂശലേം ദൈവാലയം അവർക്ക് വളരെ അഭിമാനമാണ്. അതുകൊണ്ട് ഇവര് യെരമ്യാവ് പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആദ്യം ക്രമപ്പെട്. നിങ്ങളിങ്ങനെ IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ചർച്ചോക്കോട്, ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ, TPN, ചാരോൻ, അഖിലേന്ത്യ, ന്യൂ ഇന്ത്യ, ഇൻഡിപെൻഡന്റ്, അന്തർദേശീയം, കൃപാസനം, ഇതൊക്കെ പറഞ്ഞിരിക്കുക. നിങ്ങൾ ഗുണമാക്. നീ ബോർഡ് കണ്ടളകാതെ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. യെരമ്യാവ് വളരെ കർക്കശമായി പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ മന്ദിരം എന്നിങ്ങനെ. ഉടനെ വല്യപ്പൻ ഒരു മാസയോഗത്തിന് എഴുതി പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, ബ്രദർ എഴുന്നേറ്റാട്ടെ. മൂപ്പില പറഞ്ഞാൽ പിന്നെ ആരും അതിൻ്റെ എതിർവായൊന്നും പറയില്ല. അങ്ങനത്തെ മൂപ്പിലായ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബ്രദർ എഴുന്നേറ്റാട്ടെ. അപ്പോൾ സഹോദരൻ മാസയോഗത്തില ബ്രദർ രക്ഷയിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ഒതുക്കാനാണ്. പുള്ളി അങ്ങ് വല്ലാതായി ഇപ്പോൾ. ഇത്രയും മഹാജനത്തിനിടയിലല്ലേ ചോദിക്കുക പറഞ്ഞാൽ നിന്റെ പ്രവർത്തനം ശരിയല്ലെന്ന് കൊണ്ട് സ്ഥാപിക്കുക. അടുത്ത വാചകം, ബ്രദർ പെടുത്തി പിന്മാറിയ 5 പേരുടെ ലിസ്റ്റുമായിട്ടായി എന്ന്. അപ്പൻ ഇതറിയാതിരിക്കുക. പിറ്റേ മാസയോഗത്തിന് കണ്ടപ്പോൾ പറഞ്ഞു, ബ്രദർ ജോൺസൺ തിരിച്ചു വന്നോ? അപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞു, അച്ചായൻ സ്നാനപ്പെടുത്തിയ തങ്കമ്മ മുല്ലപ്പൂവൊക്കെ നനച്ചവന് ഭേദമില്ല. എങ്ങനെയുണ്ട്? അത്ര കാഞ്ഞ വിത്തുകൾ ഇതിനകത്തുണ്ട്. അതിന് ഞാൻ മിക്കപ്പെടും പറയും, പിതാക്കന്മാരുടെ വിജയമൊന്നും അധികം പറയാതിരിക്കുന്നതാ നല്ലത്. പറഞ്ഞ ഇഷ്ടം പോലെ പറയാൻ, അവനവനെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക, അക്കരെ നാട്ടിൽ ചെല്ലുക. ഒടുവിലെ പാട്ട് പാടാം, സംഗീതം
ഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം. അപ്പൊ ശ്രദ്ധിക്കുക, ഇരിപ്പടം എൻ്റെ തമ്മൂസ എന്ന് പറഞ്ഞ് ഡിസംബർ 25 അവിടെ നിന്ന് കയറി വന്നതാ. വലിയ പ്രൗഢ ഗംഭീരമായ പള്ളി. അതല്ലേ ചുച്ചന്മാർ പറഞ്ഞ് മനോഹരമാണെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് എല്ലാം അല്ലമ്മ കല്ലിലാണ് മുഴുവൻ അടിച്ച് തൂത്ത് കളയുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇവർക്കിത് വലിയ ഇളക്കമാണ് പള്ളി കാണുമ്പം. പള്ളിയും അതിൻ്റെ പിന്നെ പട്ടക്കാർ ഏതാ പുരോഹിതന്മാർ അയ്യോ ഒന്നും രണ്ടും വന്ന് നിരാന്നങ്ങ് നിൽക്കുകയല്ലയോ. കൂറിൻ്റെ ക്രമപ്രകാരം 24 കൂറ, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിൻ്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ കാണാനും ഒരു എടുപ്പുണ്ട്. ഉണ്ടല്ലോ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാനും. നാളെ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ഉപദേശമാരെ കണ്ട എന്നാത്തിന് കൊള്ളാം. അസമയം ഞങ്ങളുടെ പുള്ളിയെ ഒന്ന് കാണാൻ തന്നെ അങ്ങരിക്കുമ്പോൾ ഒരു വരവ് വരും. വന്നാൽ അന്നേരം നമ്മൾ കയറുമ്പോൾ പറഞ്ഞോളം മുത്തും. അങ്ങനെ ഇങ്ങനെ ഇറങ്ങുകയല്ല, എല്ലായിടത്തും തൊട്ട് വരികേ ഇല്ല. അങ്ങനെ ഉണ്ട്. മെയിൻ ആൾക്കാർ മരിച്ചാൽ അവരൊന്ന് ഇടവകയിലെ കൊച്ചുകുഞ്ഞൻ്റെ അമ്മ മരിച്ചു. നീ അങ്ങ് അടയ്ക്ക, അതിനുള്ളതേ ഉള്ളൂ. പാപ്പച്ച മുതലാളിയുടെ അമ്മ മരിച്ചാൽ കക്ഷി വരും. വിളിച്ചില്ലേലും പുള്ളി വിളിച്ചു വയ്ക്കും, ഞാനും ഉണ്ടെന്ന് പറയും. പണ്ടേ കപ്പിയാരുടെ അമ്മ മരിച്ചു. കപ്പിയാരുടെ അമ്മ മരിച്ചപ്പം അച്ഛനെ പെട്ടെന്ന് അങ്ങ് ചൊല്ലി തീർത്തു. നല്ലൊരു തള്ളയായിരുന്നു. കപ്പിയാർ എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. അച്ഛൻ നന്നായിട്ട് ചൊല്ലി എല്ലാം നല്ല അടുക്കടുക്കായിട്ട് കൊണ്ടുവന്നപ്പം പുള്ളി പെട്ടെന്ന് അങ്ങ് നിർത്തി. ആട്ടെന്ന് ഓർത്ത് കപ്പിയാർ തന്നെ. അത് കഴിഞ്ഞപ്പം മുതലാളിയുടെ അമ്മ മരിച്ചു. അന്നേരം അച്ഛൻ മാത്രമല്ല വേറെ അച്ഛന്മാരും വന്ന് നിന്നങ്ങ് ചൊല്ലുക. പിന്നെയും പുസ്തകം കൊണ്ടുവരിക ചൊല്ലാൻ. മറ്റേ കപ്പിയാരുടെ അമ്മയ്ക്ക് ചെറിയ പുസ്തകത്തിന് 2 നാൾ ചൊല്ലി വെച്ച് നിർത്തി പൊക്കളം പറഞ്ഞു, പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. മുതലാളിയുടെ പാപ്പച്ചൻ മുതലാളിയുടെ അമ്മ മരിച്ചപ്പം പുസ്തകം മുഴുവൻ ചൊല്ലി ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞ പുസ്തകം നിന്ന് ചൊല്ലുക. അടക്കമൊക്കെ ഗംഭീരം കഴിഞ്ഞപ്പം വൈകിട്ട് മേട വന്നപ്പം കപ്പിയാർ വെച്ച്, എന്നാലും എൻ്റെ അച്ഛാ ഞാൻ ഇത്രയും നാളും കൂടാൻ നിന്നത് എൻ്റെ അമ്മ മരിച്ചിട്ട് അച്ഛനത് പെട്ടെന്ന് പാപ്പച്ചൻ മുതലാളിയുടെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ നിന്ന് ചൊല്ലുകയായിരുന്നു. അണ്ണേ അച്ഛൻ ബുദ്ധി അച്ഛൻ പിടി എടാ നിൻ്റെ അമ്മ മറിയാമ്മ ചേടത്തിയെ പോലെ പവിത്രമായ നിഷ്കളങ്കയായ ഒരു തള്ള വേറെ എന്തിനാടാ ഒത്തിരി ചൊല്ലിയില്ലേലും അവരങ്ങ് പോവും. പാപ്പച്ചൻ്റെ അമ്മ അങ്ങനല്ല, കൈയറത്ത ഇത് മുഴുവൻ ചൊല്ലിയിട്ടും എനിക്ക് ഡൗട്ടാ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അന്നേരം കപ്പിയാർ പറഞ്ഞു, അതാ അല്ലേ, പിന്നെ എൻ്റെ അമ്മയെ പോലെ ഇത്ര തങ്കം പിടിച്ചൊരു തള്ള. അവർക്കൊന്നും ചൊല്ലുക വേണ്ട, അവർ നേരെ അങ്ങോട്ട്. മറ്റേവരങ്ങനല്ല, അത് കാഞ്ഞ വിത്താ. അതിനിത് മുഴുവൻ ചൊല്ലിയിട്ടും എനിക്ക് വൈകിട്ടിപ്പോൾ സംശയമാ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ യഹൂദനെ പ്രൗഢി, ഈ ദൈവാലയം അത് അവരുടെ അഭിമാനമാണ്. പിന്നെ പുരോഹിത വൃന്ദങ്ങൾ നിരനിരയായി നിൽക്കുന്ന പുരോഹിതൻ കൂറിൻ്റെ ക്രമത്തിൽ. പിന്നെ മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതൻ നീളക്കുപ്പായും നെലിയങ്കിയും നടുക്കെട്ടും തലമുടിയും വെപ്പും അതിൻ്റെ കൊടിയും വടയും വെടിയും ഒക്കെ വെച്ചൊരു വരവുണ്ട്. അത് കാണണം. ആ മാർപ്പതക്കും അതിനകത്ത് കല്ലും ഒക്കെ വെച്ചൊരു വരവ് വന്നു കഴിഞ്ഞാൽ ചുമ്മാ നിൽക്കുന്നതിന് ആ പരുവത്തിനാണ് പുള്ളി വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുരോഹിത വൃന്ദങ്ങൾ, മഹാപുരോഹിതൻ, സ്ഥാപനജംഗമ വസ്തുക്കൾ, ഉപകരണങ്ങൾ പലതും തങ്കം കൊണ്ട് നിർമ്മിതവും പൊന്നിനാൽ പുതിയപ്പെട്ടതും പൊന്നുകൊണ്ട് നിർമ്മിച്ചതുമായ സ്ഥാപനജംഗമ വസ്തുക്കൾ. മാത്രമല്ല ജാതിയിൽ ശ്രേഷ്ഠരാ യഹൂദൻ. യഹൂദ ജനതയ്ക്ക് അല്ലെങ്കിൽ എബ്രായ സന്തതി അവര് മാനുഷികമായ ചില ശ്രേഷ്ഠതകളുണ്ട്. അവർക്ക് ന്യായപ്രമാണവും പുത്രത്വവും വാക്തത്വമല്ല അവർക്ക് തന്നെ. എന്ന റോമാലേഖനം 9:3 വായിച്ചോ മോനെ, നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. റോമാലേഖനം 9:3 യഹൂദന്റെ വിശേഷത അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിശേഷതകൾ പെട്ടെന്ന് വായിര്. റോമാലേഖനം 9:3 ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരനായ അവർ ഇസ്രായേലിയർ. അങ്ങനെ ചേർത്ത് വായിച്ചോ. 2 മുതലാണോ? വായിച്ചോ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട്.
എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷീകരിച്ചു. അടുത്തത്, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർ ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ സഹോദരന്മാരെക്കാൾ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപക്രിസ്തുവാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത വാക്യം, അവർ ഇസ്രായേലിൽ ഇസ്രായേല്യർ അവരുടെ വിശേഷത പറയുക. യഹൂദന്റെ എബ്രായ ജനത്തിന്റെ വിശേഷത അവര് ഇസ്രായേല്യർ. പിന്നെ പുത്രത്വവും ശ്രദ്ധിച്ചേ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളതാ, നമുക്കൊന്നും ഇല്ലായിരുന്നു. കണ്ടോ? ഒന്നുകൂടെ വായിച്ച മോനെ, അവര് ഇസ്രായേല്യർ അവർ ഇസ്രായേലിയർ പുത്രത്വം അവർക്കുള്ളതാ. അവര് ആ പുത്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പരുവക്കേട് പിടിച്ച് കിടക്കുകയായിരുന്നു. അവര് പുത്രന്മാര്. പിന്നെ അതിലെ വലിയ പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് മക്കൾ അവരാ. നീ അവിടെ ചെന്ന് അമ്മ തരണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയുള്ളു. കൊച്ചുങ്ങൾ കയറി കഴിച്ചേച്ച് പോവുക. മക്കൾ അവരാ. അതാ പുത്രത്വമൊക്കെ അവർക്കാ. പുത്രത്വവും തേജസ് അവർക്ക്. ആ തേജസ് നമുക്ക് തേജസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പം തേജസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ബ്യൂട്ടി പാർലറിൽ പോയി ഇച്ചിരി തേജസ് ആയിട്ട് സൂസി ഇറങ്ങി വന്നു. അന്നേരം ലില്ലി ചോദിച്ചു, ഇവിടുന്ന് ഈ തേജസ് എവിടുന്ന? അത് നമ്മുടെ അടുത്തൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്റർ ഏത് ക്രീമാ യൂസ് ചെയ്യുന്നേ? ഉടനെ പുള്ളിക്കാർ പറഞ്ഞു, ഞാനിപ്പോൾ ക്രീം യൂസ് ചെയ്യുന്നില്ല. പിന്നെ രാത്രി സാമ്പാറിന് മേടിക്കുന്ന വെള്ളരിക്ക അതിനകത്ത് ഇടുകയല്ല. അതിനകത്ത് തടിയങ്കായ ഇട്ടേച്ച് വെള്ളരിക്ക ഞാൻ മട്ട വരിഞ്ഞ് തേജസ്. അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, മോൻ വായിച്ചല്ലേ. പിന്നെ തേജസ്സും അപ്പൊ തേജസ് എല്ലാം അവർക്കാ. പുത്രത്വം അവർക്ക്, തേജസ് അവർക്ക്. പിന്നെ നിയമമെല്ലാം അവർക്കാ. നമുക്കൊരു നിയമവും ഇല്ല. അല്ലെങ്കിലും ഇപ്പൊ ഇല്ലല്ലോ. നിയമങ്ങളെല്ലാം അവർക്ക് കൊടുത്തിരിക്കുക. കാരണം പർവ്വതത്തിൽ മോശയെ വിളിച്ചങ്ങോട്ട് കയറ്റി, അടിവാരത്തിന്റെ ഏതാണ്ട് ഭാഗത്ത് യോശുവയെ ഇരുത്തി, പാളയത്തിൽ ഹൂരിനെ അഹരോനെയും ചുമതലപ്പെടുത്തി. അഹരോനെ ഹൂരിനെ പാളയത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ട് പരിഹരിക്കണം. യോശുവയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ പർവ്വതത്തിന്റെ ഏതാണ്ട് കയറി ചെല്ലുന്ന ഭാഗത്ത് യോശുവയെ ഇരുത്തി. പിന്നെ മോശ മേളിലോട്ടങ്ങ് കയറി ആ ദൈവത്തിന്റെ പലകയിലെ എടുത്ത് ദൈവത്തിന്റെ എടുത്തും അങ്ങനെ പർവ്വതത്തിൽ ഇരുന്ന് തേജസ്, മഹിമ, കൂരിരുട്ട്, കാഹളനാദം, വാക്കുകെട്ട ശബ്ദം, പുക, മഹത്വകരമായ അനുഭവങ്ങളെല്ലാം അവിടെ പർവ്വതത്തിൽ ഇറങ്ങി അവിടെ ഇരുന്ന് ദൈവം തൻ്റെ വിരൽ കൊണ്ടെഴുതിയ പ്രമാണം അത് ഇവർക്ക് മാത്രമാണ് കൊടുത്തത്. ന്യായപ്രമാണോ അവർക്ക്. പിന്നെ ന്യായപ്രമാണവും ആരാധന വാഗ്ദത്തങ്ങളും. അതൊക്കെ ആരാധനയൊക്കെ അവർക്ക്. നമ്മളൊന്ന് പ്രാകാരത്തിന്റെ സൈഡിൽ പോലും പോയി നിൽക്കരുത്, വായി നോക്കി നിൽക്കരുത്, ചോദിക്ക ഞങ്ങളുടെതാ. അപ്പൊ ആരാധന അവർക്കാ, നമുക്കൊന്നും അത് അർഹതയില്ലായിരുന്നു. അടുത്തത്, വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. മുഴുവൻ വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അവർക്ക്. നമുക്ക് വാഗ്ദത്തം ഇല്ല, അതുങ്ങൾക്ക് ആ വാഗ്ദത്തമല്ല. എന്തുവാ വാഗ്ദത്തം? ന്യായപ്രമാണം യഹൂദനാ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്, നമുക്ക് വാഗ്ദത്തമില്ല. ന്യായപ്രമാണം അങ്ങോട്ട് യഹൂദനെ നോക്കി വെച്ച് പറയും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, അതവർക്ക് സന്തോഷമാണ്. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, യഹൂദനെ നോക്കിക്കൊണ്ടാ. നിന്റെ ഗർഭഫലവും കൃഷിഫലവും ആടുമാട് കിടക്കുന്ന കാലികട വേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അത്യുഷ്ടം വരളിച്ച വെൺകതിരെ വിഷമഞ്ഞ് ഇതൊന്നും നിന്നെ ഏശത്തില്ല. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി ചെതറിപ്പോകും. തേനീച്ച പോലെ വരുന്ന വൈരിയെ മുൾത്തി പോലെ ദൈവം കെടുത്തിക്കളയും. ഇതൊക്കെ യഹൂദനോടാ. നേരെ തിരിഞ്ഞേച്ച് നമ്മളോട്, വയലിൽ നീ വതയ്ക്കും, മുഴുവൻ മുഞ്ഞ വീണ് പോകും. നമുക്കാ. നിന്റെ പശു മച്ചിപ്പശുവ, അത് പ്രസവിക്കാൻ യാതൊരു സാധ്യത നമുക്ക് തരുന്ന ഗുളികയാ. നിന്റെ മൂത്ത ചേർക്കൻ സാക്കുട്ടി കുടിച്ചു കൂത്താടി മിക്കവാറും പരുവക്കേടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടുപേരായിട്ട് പറഞ്ഞല്ലോ. എന്നാ പറഞ്ഞേ? ഏതാണ്
ഇതെങ്ങനെയായിരുന്നു അവരോട് നമ്മളോട് കയറി നമ്മളെ ചപിക്കുക. നിന്റെ ഭരണിക്കകത്ത് ലേശം പോലെ എണ്ണ കാണുകയില്ല. നിന്റെ മാവ് കിടക്കുന്ന തൊട്ടിയും കൊട്ടയും മട്ടിയും ഒരിക്കലും ഗുണമായി വരികയില്ല. ഇത് നമുക്കാ. ശത്രു നിന്നെ എടുത്ത് അമ്മാനമാടും, മറ്റവനോട് പറഞ്ഞ ജയിക്കുകയല്ലെന്നാ. സ്തോത്രം. ഇടയ്ക്ക് കയറി പറയാം, ആ ശാപത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും രക്ഷിച്ച ഒരുവനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ ശത്രുതയിൽ നിന്ന് തൻ്റെ തിരുജീവൻ നമുക്ക് വേണ്ടി തന്ന് ആ ശത്രുതയിൽ നിന്ന് അവിടുന്ന് നമ്മൾ രക്ഷിച്ചു. ഇപ്പൊ നമുക്ക് പുത്രത്വം തന്നു. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്തെ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്തെ ശത്രുതയെ അകറ്റി എനിക്കു നിൻ പുത്രത്വം തന്നതിനാ, എനിക്കു നീ പുത്രത്വം തന്നതിനാ. ആ ശത്രുതയെ അകറ്റി നിത്യതയിൽ നിന്നുള്ള അനന്തമായ സ്നേഹത്താൽ ഈ ശാപവും പ്രാക്കും എല്ലാം ആ ശത്രുത അകറ്റി അവിടുന്ന് എനിക്ക് നിങ്ങൾക്ക് പുത്രത്വം തന്നു. അതാണ് കാൽവറിയിലെ സ്നേഹം. ഇതൊക്കെ ഓർത്താൽ ഇങ്ങനെ കയ്യും കെട്ടി ആളും കളിച്ചിരിക്കാൻ പറ്റുമോ? ഇരിപ്പ് കണ്ടവർക്ക് ഇതൊക്കെ ഞാൻ തന്നെ നേടിയതാ, യേശു ഒന്നും തന്നതല്ല. എന്നാ ചെയ്യാൻ? ഇതൊക്കെ ഓർക്കുമ്പം അറിഞ്ഞു പിടിച്ച് സ്തോത്രം ചെയ്തോണം. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും, അർഹതയില്ലാതിരുന്ന എനിക്ക് നിങ്ങൾക്കും പുത്രത്വം തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ ന്യായപ്രമാണവും അവർക്കുള്ളത്. അടുത്ത വാക്യം, പിതാക്കന്മാരും അവർക്കുള്ളവർ. അയ്യോ, പിതാക്കന്മാരല്ല അവർക്ക്. ഏതാ പിതാക്കന്മാർ? നമ്മൾ ഉദ്ദേശിക്കുന്ന അബ്രഹാം, ഇസഹാക്ക്. അത് അവരാ പ്രാർത്ഥിക്കുന്നത്. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമായി ഞങ്ങളുടെ ദൈവമേ, അത് അവരാ പ്രാർത്ഥിക്കുന്നത്. അവർക്കാ. നമ്മളെങ്ങും കയറി പിതാക്കന്മാരുടെ ദൈവമെന്ന് കയറി പ്രാർത്ഥിക്കരുത്. ഉണർവ് കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങനെ പറഞ്ഞാൽ പല കക്ഷികൾ വന്ന് ഇവിടെ നിൽക്കും. എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതാ അതാ ആ പുള്ളി പറഞ്ഞ ഞാൻ പറയാം. ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്നാ, നീ വിളിച്ചോണ്ടാ. സ്തോത്രം. അതുകൊണ്ട് ഉണർവ് കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്നൊന്നും കയറി വിളിക്കരുത്. വിളിച്ചാൽ പല കക്ഷികൾ ഇടത്തുവാ സൈഡിൽ നിന്ന് പുള്ളി വരും. ആരാ? തോത്രോ? കീവറിച്ചൻ വരുമെന്ന്. വന്ന് ചോദിക്കുക, എന്തിനാ വിളിച്ചത് എന്നാന്ന് ചോദിക്കും. നമ്മൾ പറയില്ലേ വിളിച്ചില്ല. അല്ല, പിതാക്കന്മാരുടെ ദൈവമെന്ന്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ. തോമാസ് പറഞ്ഞല്ലോ, എൻ്റെ ദൈവവും കർത്താവുമായുള്ളവേ. എൻ്റെ ദൈവം, നീയാ രക്ഷിക്കപ്പെട്ടത്, നീയാ ഹൃദയം കർത്താവിന് കൊടുത്തത്, നിന്നെ ആ ദൈവ പൈതലാക്കി തീർത്തത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കും. ആട്ടെ. അപ്പൊ പിതാക്കന്മാരും അവർക്കുള്ളത്. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചു. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ഉത്ഭവിച്ചു. അപ്പൊ ഇതൊക്കെ യഹൂദനോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനത്തിനുള്ള അവകാശങ്ങളും പദവികളുമാണ്. ഇതെല്ലാം ഇട്ടേച്ച എബ്രായ ക്രിസ്ത്യാനികൾ ഇതെല്ലാം വിട്ടേച്ച യേശുവിന്റെ പുറകെ വന്നേ. യെരൂശലേം പള്ളി, ആ ദൈവാലയത്തിന്റെ ചുറ്റുപാട്, പുരോഹിത വൃന്ദങ്ങൾ, മഹാപുരോഹിതൻ, ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഈ ജാതികളുടെ ശ്രേഷ്ഠത, കുലീനത, ആഢ്യത്വം, ഇതെല്ലാം വിട്ടതിന് ശേഷം ഇവർ നസ്രായ മാർഗത്തിലേക്ക് വന്നു. ആരംഭത്തിൽ അങ്ങനെ നസ്രായ മാർഗത്തിൽ വന്ന ഇവര് പ്രാരംഭ സമയത്ത് തീഷ്ണതയോടൊക്കെ ഇവർ നിന്നു. അവരുടെ തീഷ്ണതയുടെ പ്രത്യേകതയാണല്ലോ. 2 വാക്യം ഒന്ന് വായിച്ചു. തീഷ്ണതയുടെ പ്രത്യേകത 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10:32 തീഷ്ണതയുടെ വിശേഷത.
10:32 ഇടത്ത് വശത്തെ താഴത്തെ കണ്ണിക തുടങ്ങുന്നത് വായിര്. അല്ലല്ല, എബ്രായ ലേഖനം. നമ്മൾ റോമാലേഖനം വിട്ടു, എബ്രായ ലേഖനത്തിൽ വന്നു. പത്തിന്റെ 32 താഴെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. ഓർക്കണം. അപ്പോൾ ആരംഭ സമയത്ത് ഈ മാർഗത്തിന്, ഈ വിശ്വാസത്തിന് വേണ്ടി പീഡയൊക്കെ സഹിച്ച് തീക്ഷ്ണതയോടെ നിന്നു. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചാ നിന്നേ. പെന്തിക്കോസിന്റെ ആരംഭ സമയത്ത് അങ്ങനെ വളരെ പോരാട്ടം സഹിച്ചാണ് ഇത് കൊണ്ടുവന്നത്. കമ്മലുമാല ഊരിയെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു അമ്മാമ്മയുണ്ടായിരുന്നു, കൊച്ചമ്മ, കുഞ്ഞാച്ചമ്മയ്ക്ക് ഇടി കിട്ടി. അവറാച്ചൻ നല്ല കട്ടിയുള്ള ആളാണ്, 85 കിലോ ഉള്ള നല്ല കരുത്തുള്ളവനാ അവറാച്ചൻ. കൊച്ചമ്മ പെന്തിക്കോസ് വന്ന് കമ്മലുമാലയെല്ലാം ഊരി ധ്യാനപ്പെട്ടു. വീട്ടിൽ വന്നപ്പം പരിവക്കേടാ, പുള്ളിയുടെ നോട്ടത്തിൽ ഇടടിയെന്ന് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞ് ജീവൻ പോയാൽ ഇനി ഇടുകയല്ലെന്ന് പറഞ്ഞു. ഇടിച്ച് മുടിക്കുത്തിന് പിടിച്ച് കുനിഞ്ഞ് നടത്തിയ ചപ്പോടത്തിനിട്ട് ഇടിച്ചത്. ഓരോ ഇടി കൊച്ചമ്മ പറഞ്ഞ ഓരോ ഇടിക്കും ഞാൻ തോത്രം പറയുമായിരുന്നെന്ന്. ഞാൻ ചോദിച്ചു, എന്നിട്ടോ? എനിക്ക് വേദന തോന്നിച്ചേ ഇല്ലെന്ന് പറഞ്ഞു. ഇടിച്ച് അവറാച്ചൻ ഊപ്പാട് വന്നതല്ലാതെ കൊച്ചമ്മ കുഴഞ്ഞുമില്ല, പിന്നീട് എടുത്തിട്ടുമില്ല. അത് മാത്രമല്ല, 5-8 കൊല്ലം കഴിഞ്ഞപ്പം അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം എങ്ങനെ? നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേരും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. സ്തോത്രം, അതാ പെന്തിക്കോസ്. സ്തോത്രം, അതാ പെന്തിക്കോസ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു. കല്യാണ പന്തിക്ക് ഇരുന്നപ്പം പന്തിയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ട് പെന്തിക്കോസാന്നും പറഞ്ഞ് ഒരു നിരാശയും തോന്നില്ല. സ്തോത്രം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കഞ്ഞി വെച്ച് കുടിച്ചു. നമ്മളറിഞ്ഞ ആ കല്യാണ വീട് കലക്കിയച്ചേ പോരുള്ളൂ. എന്നെ കഴിപ്പിച്ചില്ലേ ഇവിടെ ഒറ്റ ഒരുത്തനും സാമ്പാറിനകത്ത് ബിമ്മ് കലക്കടാന്ന് പറയും. ഗുണപ്പെട്ടതല്ലല്ലോ പലതും. അവർ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങി. അതാ പെന്തിക്കോസ്. സ്തോത്രം, സ്തോത്രം. TKS പാടിയൊരു പാട്ടുണ്ട്. പൊരുകൾ സഹിച്ചും വൈരിക ജയിച്ചും പാരിതിൽ തിരുനാമം കോഷിപ്പാൻ ചേരുമിനതിമോദ. പൊരുകൾ സഹിച്ചും വൈരിക ജയിച്ചും പാരിതിൽ തിരുനാമം കോഷിപ്പാൻ ചേരുമിനതിമോദ. ഭിന്നത വെടിയ ഒന്നാക, ഭിന്നത വെടിയ നിർത്തിക്കേ. ഭിന്നതയല്ല അങ്ങ് വെടിയണം. ഞാൻ IPC ആണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡാണ്, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡാണ്, ഞാൻ ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ് ആണ്, ഞാൻ റീജിയന്. ഇതെല്ലാം അങ്ങ് വിടെ. ഞാൻ ഷാരോനാണ്, ഞാൻ TPM ആണ്, ഞാൻ അന്തർദേശീയമാണ്. വിടെ വിട്ടേച്ച നീയെ ദൈവവൈതലാന്ന് ചിന്തിക്ക്. സ്തോത്രം. ഈ പാട്ടിൻ്റെ ഒരു സന്ദർഭം പഴമക്കാർ പറഞ്ഞു കേട്ടുന്നത് TKSന്റെ പാട്ടാണ്. TK ശ്യാമുവേൽ എലന്തൂര്. പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. ബ്രദറിൻ അസംബ്ലിയിൽ ഒരു ചെറിയ ഭിന്നത ഇടക്കാലത്ത് വന്നു. 2 ഗ്രൂപ്പ്. അപ്പം എന്ത് ചെയ്തിട്ട് പരിഹരിക്കുന്നില്ല. കൂടെ അങ്ങ് കമ്മിറ്റി കൂടുക, പരിഹരിക്കുന്നില്ലെന്ന്. ഒടുവിൽ പരിഹരിക്കാതെ വന്നപ്പം TKS അന്നേരം എഴുതിയ പാട്ട് അതുകൂടെ വെച്ചുകൊണ്ട് എഴുതിയതാ. സഹോദരന്മാരെന്ന് വിളിച്ചേച്ച് പുള്ളി പാടിയെന്ന. പൊരുകൾ സഹിച്ചും വൈദിക ജയിച്ചും. അത് കാണിച്ചത് ഇപ്പം പാടരുത്, അതിപ്പം വായിക്കരുത്, കാരണം ഈ വരി ഒന്ന് മനസ്സിലാകാനാ. എന്നിട്ട് പിന്നെ ഞാൻ കൈ കാണിക്കുമ്പോൾ പൊരുകൾ സഹിച്ചും
വൈരിക ജയിച്ചും പരിതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിനതിമോദ ഭിന്നത വെട്ടിയ ഒന്നാക ഭിന്നത വെട്ടിയ ഉന്നത ചിന്തയോടുണർന്നീട മന്നവനെ അപ്പൊ ചരിത്രം പറയുന്നത് ഈ ഒരൊറ്റ പാട്ട് പാടിയപ്പം പ്രശ്നം പരിഹരിച്ചെന്ന്. പാട്ടിന് വലിയ സ്വാധീനമുണ്ട്. ഒറ്റ പാട്ട് പാടിയപ്പം പ്രശ്നം എത്ര പ്രാവശ്യം കമ്മിറ്റി കൂടിയിട്ടൊന്നും പരിഹരിക്കുന്നില്ല. ഒരൊറ്റ പാട്ടിനകത്ത് വലിയ ശക്തിയുണ്ട്. താബോർ മലയുടെ മുകളിൽ പാടി ആരാധിച്ചപ്പോൾ ആ സീസറെ ദൈവം അടിച്ചൊതുക്കി ദൂതൻ ഇങ്ങോട്ടിറങ്ങി കുതിരയുടെ കുതികാലിന് ഞരമ്പിന് വെട്ടി കുതിര കയറി ചാടി അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം ദബോര പറഞ്ഞു ഉണർന്ന് പാടാൻ പറഞ്ഞു, ഉമ്മ ഉഴപ്പി പാടരുത്. ആ കയ്യടി ഇരുന്ന് കണ്ടാൽ ഇപ്പം നമുക്ക് കിംസിൽ അഡ്മിറ്റ് ആക്കാൻ തോന്നും. വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഉമ്മ തൂങ്ങിച്ചത്ത പോലെ. ഉണർന്ന് അഭിനവാത്മാ ഉണർന്ന് പാടാൻ പറഞ്ഞു. ദൈവമക്കൾ താബോർ മലയുടെ മകളിൽ ഉണർന്ന് പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ താഴ്വരയിൽ ദൈവം ദൂതനെ ഇറക്കി. എനിക്ക് ആ ഭാഗമൊക്കെ പ്രസംഗിക്കുന്ന ഇഷ്ടം. ആ ഭാഗത്തേക്ക് പോകുന്നത് നിങ്ങൾ വചനത്തിൽ തിട്ടമുണ്ടല്ലോ. അതാ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലുണ്ട്, അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പകൾ ഖട്ടനം ചെയ്തെന്ന 5:22 പെട്ടെന്ന് വായിച്ച മോനെ. ന്യായാധിപന്മാർ 5:22 ചടയ ഉൽപ്പത്തി ഉറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം യോശുവ ന്യായാധിപന്മാർ പെട്ടെന്ന് എടുക്കുക. സഹോദരിമാരാരെങ്കിലും ചടികടന്ന് വായിക്കുന്നവരുണ്ടോ? ഇങ്ങോട്ട് പാത്ത് ഇവിടെ വന്നിരിക്കേ മോനെ. എടേ നീ ഇപ്പറയിരുന്നേ. മൈക്ക് തരാൻ വേണ്ടിയാ. അവിടെ ഇരുന്ന് ആ വള്ളിക്ക് അത്ര നീളമില്ല, അതിനാ. ഓടി വാ. മോൻ ഇത് വായിച്ചു വന്നിട്ട് ഞാൻ സഹോദരിക്ക് വേറെ ബാക്കി ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാൻ വേറെ. മോനിത് വായത്. അന്ന് വൽഗീതത്താൽ അന്ന് വൽഗീതത്താൽ ശുരവൽഗീതത്താൽ. അത് ഇച്ചിരി പ്രയാസം ആയതുകൊണ്ടാണ് വായിക്കാൻ നോക്കിയിരിക്കുന്നത്, എങ്ങനെ ഒന്ന് വായിച്ചൊപ്പിക്കണമെന്നായിരിക്കും. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തു. അപ്പൊ ശ്രദ്ധിച്ചേ മോനെ, ഇവിടെ ഒരു മൈക്ക് കൊടുക്കണം. മൈക്കുണ്ടോ? ഒരെണ്ണം കൊടുക്കാവോ? ഇത് ഇന്നടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഇഷ്ടം പോലെ ഇരിക്കുകയല്ലയോ? നീ എടുക്കരുത്, അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തു. ഞാൻ സഹോദരി ഇരുത്തിന്നോർത്ത് വായിക്കാതിരിക്കരുത്. നിങ്ങളിൽ ആദ്യം ആരാ എടുക്കുന്ന വായിച്ചോണം. ഇന്ന് വാക്യത്തിന്റെ അയ്യരികളിയാ തരാൻ പോവുക. അപ്പോൾ അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തെന്ന അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ച ആ യുദ്ധത്തിന്റെ വിശേഷത വായിച്ചേ. 13 മുതൽ. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിത്തവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു അടുത്തത്. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമിനെ നിന്റെ പുറകെ നിന്റെ ജനസമൂഹത്തിൽ മാഗീരിൽ നിന്ന് അധിപന്മാരും നായക സെബുലൂനിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു അടുത്ത് വന്ന് ഇസ്സാഖാർ പ്രഭുക്കന്മാർ എന്ന പോലെ ബാരാക്ക് കൂടെ താഴ്വരയിൽ അവനോട് കൂടെ ചാടി പുറപ്പെട്ടു. അടുത്തത് രൂപന്റെ നീർച്ചാലുകൾക്കരികെ അനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടുകൂട്ടങ്ങൾക്കരികെ കുടിലോത്ത് കൊടുക്കുവാൻ നീ തുടുത്തുകൾക്കിടയിൽ താമസിച്ചു കിടക്കുന്നത് രൂപന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങളുണ്ടായി. അടുത്ത വാക്യം ഗിലെയാദ് യോർദാനക്കരെ. പുള്ളി രംഗത്ത് വന്ന് ഇരിക്കുകയല്ല, പുള്ളി പാത്ത് നിന്ന് യോഗം കേൾക്കുള്ളു. റബ്ബർ തോട്ടത്തിന്റെ അവിടെ കടമുറിയുടെ സൈഡില് ടെറസിന്റെ മണ്ടേൽ അല്ല ഇവിടെ വരികയല്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ അവിടെ യോഗത്തിന് പോകുന്ന അറിയാം. അതിനും പാത്ത് നിന്ന് കേൾക്കാം. എന്നാൽ അക്കരെ അന്നില്ല നിൽക്കുന്നല്ലോ വായിര്. അടുത്തത് കപ്പലുകൾക്കരികെ താമസിക്കുന്നത്. പുള്ളിക്ക് ഷിപ്പ് യാർഡിൽ എങ്ങാണ്ടാ ജോലി, എല്ലാ യോഗത്തിനും വരികയല്ല. അടുത്ത വായിച്ചു. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതി. പുള്ളി യോഗത്തിന് വരും, അനങ്ങുകയല്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ യോഗത്തുണ്ട്. ഇത്ര നേരം സ്വോത്രം പറഞ്ഞിട്ട് ചുണ്ടൊന്നും തുറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. വന്നിങ്ങനെ ആരെ വിഴുങ്ങേണ്ടി ഒന്ന് ഓർത്തിരിക്കുന്നതല്ലാതെ പുള്ളി യോഗത്തിന് വരും, അനങ്ങുകയല്ല. അങ്ങനല്ലേ സഹോദരി? ഒന്നുകൂടെ വായിച്ചേ. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. അവിടെ അതിലേ കയറി ഉരുണ്ട് വീഴരുത് കൊച്ചുമായിട്ട്, ഇതിലേ പോകും.
ആശേറെ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. പുള്ളി യോഗത്തിന് വരും, അനങ്ങിയാൽ ഒരു കല്ലേലിയ പറയാട്ടെ, കൈയടിക്കാട്ടെ, സ്തോത്രം യാതൊരു ചലനവുമില്ല. അനങ്ങാതെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. അടുത്തത് തുറമുഖങ്ങൾക്കകത്ത് പിന്നെ തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു ആണെന്ന് വായിക്കടുത്തത്. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. അടുത്ത വാക്യം, രാജാക്കന്മാർ വന്ന് പൊരുതു, താനാക്കിൽ വെച്ച് മിഗിദ്ധോ വെള്ളത്തിനിരിക്കെ അങ്ങ് പൊരുതു, വെള്ളി അങ്ങവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം, വെള്ളിയവങ്ങൾക്ക് കൊള്ളയായില്ല, ആകാശം നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. അടുത്ത വാക്യം, കീശോന്തോട് പുരാതന നദിയാം കീശോന്തോട് തള്ളിയവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അടുത്തത്, എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക, അന്ന് വൽഗിതത്താൽ കുതിരക്കുളുമ്പങ്ങൾ ഖണ്ഡനം ചെയ്തെന്ന. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗം അവിടോട്ടൊന്നും തൊടുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറയാ. ദൈവമക്കൾ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതനിറങ്ങി പടവെട്ടി. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നീ കേസിന് പോകണ്ട, കോടതി പോകണ്ട, MLA കാണാൻ പോകണ്ട, മന്ത്രിയെ കാണാൻ പോകണ്ട, MP കാണാൻ പോകണ്ട, കേന്ദ്രത്തിലും പോകണ്ട, സെക്രട്ടേറിയറ്റിലും പോകണ്ട, ഒരു സ്ഥലത്തും നീ പോകണ്ട. പെന്തിക്കോസുകാരോടായി പറയുന്നത്. ആളെ കൂട്ടി പിക്കറ്റിങ്ങിനും പോകണ്ട, കൊടി പിടിക്കാൻ പോകണ്ട, ഒരു കാര്യത്തിന് നീ പോകണ്ട. നീ ചെയ്യേണ്ട കാര്യം മുട്ടാലിരിക്കണം. ഇട്ടുകൊണ്ട് നീ സ്തോത്രം പറഞ്ഞാൽ മതി, നീ പാട്ടിന് പോവും. പ്രമാണം ഇതാ. മന്ത്രിയെ കാണാൻ പോകണ്ട, തന്ത്രിയെ കാണാൻ പോകണ്ട, MP കാണാൻ പോകണ്ട. എനിക്ക് MP പരിചയമുണ്ട്, നല്ല കാര്യം. MLA എൻ്റെ അടുത്ത് വളരെ നല്ലത്. മന്ത്രി ഞാനുമായിട്ട് വളരെ അഭേദ്യമായ നല്ല കാര്യം. അതിന് ഒലച്ചിലൊന്നും വരുത്തണ്ട. നീ ഒന്നിനും പോകണ്ട, നീ ചെയ്യേണ്ട കാര്യം പറയാം. സഭയായിട്ട് മുഴങ്കാലിരിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. മൊർദെഖായി പറഞ്ഞതറിയാമല്ലോ, ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്, ഞങ്ങൾ ഉപവസിക്കാൻ പോകുകയാ. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം അങ്ങ് തടയും. രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കടകിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്നായി പറഞ്ഞത്. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, വീരന്മാരുടെ മധ്യേയും യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന്. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതൻ, അവന് മീതെ അത്യുന്നതൻ. നമ്മുടെ സാക്ഷി സ്വർഗത്തിലും ജാമ്യക്കാൻ ഉയരത്തിലിരിക്കുക. നീ മുഴക്കാലും മേലിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. പ്രൈസ്തലോ. ഞാനിങ്ങനെ പറഞ്ഞാൽ വേറെ റൂട്ടിലോട്ട് കയറി പോകും. വചനം പ്രകാശിച്ചതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നിങ്ങൾ പിന്നെ യോഗം കഴിഞ്ഞ് പോകും പറയും കുഴപ്പമില്ല, പക്ഷേ എടുത്ത വിഷയം പുള്ളി പറഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷയം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി മടങ്ങി വരിക. ദൈവത്തിന് മഹത്വം. അപ്പം യഹൂദനെ സംബന്ധിച്ച് ഈ പള്ളിയും ഇതെല്ലാം വലിയ വിശേഷതയാ. ഇവർ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. തീക്ഷണതയുടെ വിശേഷത കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു. മാത്രമാണോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ച മോനെ, എബ്രായ ലേഖനം 6:9 മുതൽ. സഹോദരിയും പെട്ടെന്ന് വായിച്ചു, ആദ്യം എടുക്കുന്നവർ വായിച്ചു 6:9 മുതൽ. കണ്ണിക. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ഇവർ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരും ശുശ്രൂഷിക്കുന്നതിനാലൊക്കെ തൽപരരാ. ആരംഭകാലത്ത് പഴയ പെന്തിക്കോസുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 2 കടിഞ്ഞുക്കോഴി മുട്ട കൊച്ചുങ്ങൾക്ക് കൊടുക്കല. ബുദ്ധിമുട്ടുള്ള കാലമാണ്. ചില അമ്മമാർ മുട്ടയെടുത്ത് പാത്ത് വെക്കും, അരിക്കകത്ത് കുഴിച്ചു വെക്കും. അരിക്കലത്തിനകത്ത് മേളി വെച്ച കൊച്ചുങ്ങൾ അന്നേരം എടുത്ത് വാട്ടി അടിക്കും. അതിന് കടിഞ്ഞുക്കോഴിയുടെ മുട്ട ചെറുതല്ലേ, ആ അരിക്കലത്തിനകത്ത്. അപ്പോൾ അന്നൊക്കെ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, ഉപദേശിമാരൊക്കെ പരിശോധന നടത്തി ലഘുലേഖയൊക്കെ കൊടുത്ത്. അന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു വിശ്വാസികളേ ഉള്ളൂ, എല്ലായിടത്തും ഒന്നും ഇല്ല. ദേശത്ത് ഒരു കുടുംബം വല്ലതുമായിരിക്കും. ചിലപ്പോൾ അത് ഉന്നം വെച്ചായി യോഗം കഴിഞ്ഞ് ചെല്ലുന്നത്. തലവട്ടം കാണുമ്പോൾ അമ്മയ്ക്കറിയാം ക്ഷീണിച്ച് വരികയാണ്. വണ്ടിയൊന്നുമില്ല, നടന്ന് ഊപ്പാട് വന്ന് കാലുമെല്ലാം വേദനിച്ച് ഉയർത്ത് ക്ഷീണിച്ചായി ചെല്ലുന്നത്. അന്നേരം പഴയ അമ്മമാർ ആ പാത്ത് വെച്ച മുട്ടയെടുത്ത് പെട്ടെന്ന് പുഴുങ്ങും. കട്ടൻ കാപ്പി. ഇപ്പോഴല്ലേ പഞ്ചസാര, അന്ന് പഞ്ചസാരയൊന്നും ഇല്ല. പഴയ കാലത്ത് ചക്കരയാണ്, ചക്കരയുടെ ഒരു കഷണവും. കാപ്പിക്കുരു വിൽക്കും, കാപ്പിക്കുരുടെ തൊണ്ട് വറുത്ത്. നിങ്ങൾ കേരളത്തിൽ തന്നെ ആണോ?
പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. ചക്കരയിലൊരു കടിയും കാപ്പിയിലൊരു കുടിയും. അപ്പം പീലീസിനകത്ത് 2 മുട്ടയും കൊണ്ട് അമ്മ വെക്കും. കൊച്ചുങ്ങളെല്ലാം ഇങ്ങനെ ദൂരെ നോക്കി നിൽക്കുക. ഉദ്ദേശിച്ചപ്പച്ചന് അങ്ങനെയൊക്കെ കൊടുത്ത അമ്മമാരുണ്ട്. ഇപ്പം പിന്നെ ഉപദേശിച്ച് എന്നാൽ മുട്ട അധികം കൊടുക്കുകയല്ല. അഥവാ മുട്ട കൊടുത്താലും കഴിക്കാനും മോശ കനാനാട് കണ്ട പോലെ മുട്ട കണ്ടേച്ച് പോകുക. അല്ലാതെ അമ്മ പറയും, പക്ഷേ നമ്മുടെ വീട്ടിലെ കോഴി ഇട്ടത് ഇതാ മുട്ടയല്ലയോ? ഒരെണ്ണം. പിന്നെ കൊച്ചമ്മയ്ക്ക് നിർബന്ധമാണ് ഉണ്ണിയെടുത്ത് ഊരെ എറിഞ്ഞേച്ച് പരുവക്കേടായി. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആദരിച്ച മാനിച്ച മാതാക്കളും പിതാവരെ ഈ കൺവെൻഷൻ നടത്തുന്നതും ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ വിളിച്ചതും പിന്നെ വേറെ ആളില്ലാഞ്ഞിട്ടായിരുന്നോ? മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും പ്രഗത്ഭന്മാർ കിടക്കുമ്പോഴാ ഈ പാവപ്പെട്ടവനെ ഞാൻ വന്നാലേ ഇത് ഒക്കെയുള്ളത്. അതിനാ എനിക്കറിയാം. അവർ വന്നാൽ ഇത്ര എങ്ങനെ പറയത്തില്ല. എല്ലാവരും ഒന്ന് പൊത്താനൊന്നും നേരമല്ല, നീ പെന്തിക്കോസി വരണം, അതിന് തന്നെയായി പറഞ്ഞത്. ഇതിനകത്ത് വരാതൊന്നും കാര്യം നടക്കുകയല്ല. സ്തോത്രം. പെന്തിക്കോസി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാ, ഈ പറയപ്പെട്ട അനുഭവങ്ങളുണ്ടെന്ന്. അതാ പെന്തിക്കോസ. ബോർഡ് പെന്തിക്കോസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, അനുഭവം പ്രാപിച്ച പെന്തിക്കോസാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശകെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അനുദിനം മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരുവനായി നോക്കി പാർക്കുന്ന കൂട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഈ മാർഗത്തിൽ നീ വരണം. വരാതെ ഒക്കത്തിൽ അതിനായി യോഗം വെച്ചേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കൃപയിൽ വന്നത് നിന്റെ ഭാഗ്യമാണ്. സ്തോത്രം. നിങ്ങൾ വിട്ടുപോകുന്നത് ഉപേക്ഷിച്ചത് അബദ്ധമല്ല, മണ്ടത്തരമല്ല, വന്നു കയറിയത് ശ്രേഷ്ഠമേറിയ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മന്നിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരർ. ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം വരാ, നരർക്കൊപ്പം ഇരുത്തിയതെന്നയ അത്ഭുതം വരാ. മനുവേല വന്ദനം മന്നിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. അപ്പൊ ഈ കൃപയിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് എപ്പോഴും പറയും 10-30 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. എനിക്ക് തോന്നിയിട്ടില്ല. ഈ സെക്കൻഡ് വരെ തോന്നിയിട്ടില്ല വന്നത്. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അയ്യോ ഇതുപോലൊരു ചതിവ്. ഞങ്ങളുടെ ഒരു അമ്മ അപ്പനുമുണ്ട്, പറഞ്ഞ അവരും കൂടെ ചിലപ്പോൾ ലൈവിലുണ്ടായിരിക്കും, പേര് പറയുന്നില്ല. ആ അമ്മ എന്നോട് പറഞ്ഞതാ, എൻ്റെ പാസ്റ്ററെ ആ തമ്പിച്ചായൻ ഒരുത്തനായി ചതിവ് ചെയ്തെന്ന്. ബി എ തമ്പിച്ചായൻ, പുള്ളിക്ക് ടിക്കറ്റ്. എന്നാ കൊച്ചമ്മേ, ഞാനും ഇങ്ങനെ അന്തസ്സായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആ തമ്പിച്ചായൻ ഒറ്റ ഒരുത്തനാ. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസ് വന്നത് അബദ്ധമായെന്ന്. എനിക്കിപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. എനിക്കിപ്പോഴും സങ്കടമാണ്. കാരണം എനിക്ക് സൺഡേ സ്കൂൾ പഠിക്കാൻ ഒത്തില്ല, പഴയ പിതാക്കന്മാരെ കാണാൻ, അവരുടെ ശുശ്രൂഷ. അച്ഛനൊക്കെ പഴയ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ധാരാളമില്ലേ, അതൊന്നും ഒത്തില്ലല്ലോ എന്നൊരു
സങ്കടമാണ്. നേരത്തെ വരാഞ്ഞതായി എനിക്ക് ദുഃഖം. വന്നതിൽ ഇതുവരെ ദുഃഖമില്ല. വന്നതിൽ ആനന്ദമാണ്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. കൃപയിൽ വന്നതാ ഭാഗ്യം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ വിഷയങ്ങൾ കേൾക്കാൻ കാണുമ്പം പെന്തിക്കോസൊന്നും തകരത്തില്ല. യോടി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് വണ്ടി ഇടിച്ച് അവിടെ എല്ലാം കിടക്കും. നമ്മളുടനെ തിരിച്ചു പോകുകയാണോ? 4 വീലും മേളിക്ക് ഇങ്ങനെ കറങ്ങുന്ന കാണാം. അയ്യോ അമ്മക്കെന്നാൽ തിരിച്ചു പോയേക്കാം. ഇല്ല, നമ്മൾ തിരുവനന്തപുരത്തിന് വരാൻ പോയ മര്യാദയ്ക്ക് അങ്ങ് പോയാൽ മതി. കൊട്ടാരക്കര വന്നപ്പോൾ ഒരു നേരെ വന്ന വണ്ടി ദാണ്ട് വളഞ്ഞു കിടക്കുന്നു. അയ്യോ എന്നാൽ നമുക്ക് ഇനിയും പോകണ്ട. ഞങ്ങളിഞ്ഞ് പോന്നു. വെമ്പായത്ത് വന്നപ്പോൾ 2 വണ്ടി വിശുദ്ധോമ്പനം ചെയ്ത് കിടക്കുന്നു. കോട്ടയത്ത് നിന്ന് വന്ന വണ്ടി, തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടിയെ വിശുദ്ധോമ്പനം. എന്നാൽ നമ്മൾ തിരിച്ചു പോകാമെന്നോ? നമ്മൾ അതിൻ്റെ നിയമം അനുസരിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് ഇവിടെ വരിക എന്നുള്ളതാണ് അതിൻ്റെ ക്രമം. ചിലപ്പോൾ കറങ്ങുന്ന വണ്ടി കാണും, വളവ് തെറ്റി കിടക്കുന്നത് കാണും, അതിൽ ഇടിച്ച് കടമുറിക്കകത്തോട്ട് കയറിയ വണ്ടി കാണും. സ്തോത്രം. ഇത് ആത്മീയത്തിലും ഒരു പാഠമാണ്. സ്തോത്രം. ഇട്ടേച്ച് പോയവൻ കാണും, ഇതിൽ നിന്ന് തിരിച്ചു പോയിച്ച് ഇതിനെതിരെ പള്ളു പറയുന്നവൻ കാണും. സ്തോത്രം. പെന്തിക്കോസ് ഇച്ചീച്ചിയാണ്. പോടാ ചുമ്മാ, നീ ഇച്ചീച്ചിയാന്ന് പറഞ്ഞാണ് ഇത് ഇച്ചീച്ചിയാകുക എന്നോ? ഇത് അനുഭവമാണ്. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. സ്തോത്രം. ഈ മാർഗത്തിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. സ്തോത്രം. ഇത് വന്നതാണ് നമ്മുടെ ശ്രേഷ്ഠത. അതെ, അപ്പോൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. ഏറെ നല്ലത്. ഓടിച്ചവസാനിപ്പിക്കേണ്ട ഭാഗം. ഏറ്റവും ശ്രേഷ്ഠൻ ഇതിലെ എബ്രായലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് എല്ലാവരിലും ശ്രേഷ്ഠൻ. ഇന്നലെ ഓർപ്പിച്ചല്ലോ, അവിടുന്ന് യോഗ്യൻ, ശ്രേഷ്ഠൻ. സ്തോത്രം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിക്കുക. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഉന്നതനാകുന്ന ശ്രേഷ്ഠനാകുന്ന മഹിമയുള്ള ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠൻ. ആ മൽക്കീസേദെക്കിന്റെ കാര്യമെല്ലാം കൂടെ പൗലോസ് തെളിയിച്ച് വന്നേച്ച് ഒരു പ്രയോഗം നടത്തി. ഇവനത്ര മഹാനെന്ന് നോക്ക്. കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. യേശുവിനെ ഒന്ന് നോക്കിക്കേ. ഇവിടെ അവിടെ എവിടെയും കാണിച്ചു വെച്ചേക്കുന്ന കോപ്പറായോ ഒന്നുമല്ല യേശു. കലണ്ടറെ കിടക്കുന്ന യേശു അല്ല. ഫാനിട്ടപ്പോൾ യേശു കിടന്ന് ആടുന്നു, കഴുത്തൊടിഞ്ഞ്. അതൊന്നും അല്ല യേശു. അങ്ങോട്ട് ചെന്നപ്പോൾ യേശു നിൽക്കുന്നത് ആന്ന്, വേറൊരു യേശു നിൽക്കുന്നു. അതൊന്നും അല്ല യേശു. ബെവരക്കേടെല്ലാം കൂടെ കാണിച്ച് വെച്ചേച്ച് പിടി. എങ്ങാണ്ടൊരു ഭിക്ഷക്കാരനെ നോക്കിക്കൊണ്ട് ഒരുത്തൻ മരിച്ചത് യേശു. അല്ല, ഗതികേട് പിടിച്ച് നിൽക്കുന്നത്. അതൊന്നും അല്ല യേശു. ഒരു വരകാരൻ മരിച്ചാലും ഒക്കത്തില്ല. ഒറ്റ ഒരുത്തൻ മരിച്ചാൽ ഒക്കത്തില്ല. അവിടുന്ന് 1000-10,000 ശ്രേഷ്ഠനാ, സുന്ദരനാ. മുന്നേകിടുന്ന മന്നീ, മുന്നേകിടുന്ന മന്നീ. ഹാർമോണിയം ശ്രുതിക്കിടാവൂ. മുന്നേകിടുന്ന മന്നീ, എന്നും മാറാതിരുന്ന മന്നീ, മുന്നേയിരുന്ന മന്നീ, എന്നും മാറാതിരുന്നവൻ നീ. വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ. വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ. സുന്ദരരക്ഷകനേ, സുന്ദരരക്ഷകനേ, സുന്ദരരക്ഷകനേ. എനിക്കാനന്ദകാരണനേ, സുന്ദരരക്ഷകനേ,
സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, എന്നിക്കാനന്ദകാരനെ, സുന്ദര രക്ഷകനെ, എന്നിക്കാനന്ദകാരനെ, ഇന്നലെയും ഇന്നും എന്നും മനഞ്ഞേനെ വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും മനഞ്ഞേനെ വന്ദനം വന്ദനമേ. ആ സുന്ദര രക്ഷകനെ. അവിടുത്തെ പടം ആര് വരച്ചാലും ഒക്കത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ യേശുവിന്റെ പടം കാണുമ്പോൾ നമുക്ക് സങ്കടം വരിക, എതികേട് പിടിച്ച പോലെ, പരുവക്കേട്. അതൊന്നും അല്ല യേശു. ഒരൊറ്റ വരകാരം വരച്ചാൽ ഒക്കത്തില്ല. അതിലും ശ്രേഷ്ഠനാ ക്രിസ്തു. ആയിരങ്ങളിൽ 10,000 ശ്രേഷ്ഠൻ, അവനൊപ്പം പറയാൻ ഒരാളില്ലെന്നാ. ഏറ്റവും ശ്രേഷ്ഠനാ ക്രിസ്തു. ഇവനത്ര മഹാനെന്ന് നോക്ക്, ചൊവ്വനെ നോക്ക്. പനി പിടിച്ച് ഉറകുത്തി കിടന്ന തള്ളയുടെ വീട്ടിൽ ചെന്ന് യേശു ശാസിച്ചപ്പം തള്ള ചാടി എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഇട്ട് കൊടുത്ത്. കട്ടൻ കാപ്പി ഇട്ടെന്നൊന്നും പുസ്തകത്തിലല്ലേ, ശുശ്രൂഷിച്ചെന്നാ കാപ്പി ആയിരിക്കുക. അതാ യേശു. അല്ല, യേശുവും പനി പിടിച്ച് കണ്ടവനും പനിയായി. യേശു എന്ത്? യേശു പനിയായി ബിമ്മിഷ്ടമുണ്ടോ? ആവി പിടിച്ചുകൊണ്ടിരിക്കുക യേശു. പിന്നെ യേശുവിനൊരു പനിയും വരികയല്ല. ഇതുപോലെ ശ്രേഷ്ഠൻ, യോഗ്യൻ, ഉന്നതൻ, മഹിമയുള്ളവൻ, മഹത്വമുള്ളവൻ, നോക്കിയാൽ തന്നെ ചൈതന്യമില്ലയോ? അതിലെ പള്ളിയിലുള്ളവരുടെ എല്ലാം കണ്ണ് കാണാൻ കൊള്ളാൻ തന്നെ. ഒരു തല 2 കണ്ണ്, അതൊക്കെ ആ യോഗ്യത. ഒറ്റ തല 2 കണ്ണ്, 2 കൈ, അതൊക്കെ അതിൻ്റെ ക്രമീകരണം. 2 കാല് നോക്കിയാൽ വെപ്രാളപ്പെടുത്തുമില്ല. പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് നോക്കിയപ്പം നല്ല സൗന്ദര്യം. വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. അതാ ചെറുക്കൻ 3 ദിവസത്തെ യോഗത്തിന് ചെന്ന യവത്തപ്പമായിട്ട് ചെന്ന അവൻ ആ അപ്പത്തിൻ്റെ കാര്യമേ മറന്നിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. പേരിശ്ശേരിയിലെ മത്തായിച്ചായനെ, ഏതാ പേരിശ്ശേരി മത്തായിച്ചൻ, എങ്ങന്നൂരുകാരനാ. പിന്നെ അദ്ദേഹം ശ്രേഷ്ഠനായ ദൈവദാസനാ, പേരിശ്ശേരി മത്തായിച്ചൻ. അപ്പം അദ്ദേഹം ഒരു പാട്ടെഴുതി. ആ പാട്ട് എൻ്റെ ഭാവനയാണ്. അദ്ദേഹം മുഖത്തോട്ടൊന്ന് നോക്കി. ആരാ? ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കി വെച്ച് മത്തായിച്ചൻ, പേരിശ്ശേരി മത്തായിച്ചൻ ഒരു പാട്ടെഴുതി. ഞാൻ മിക്കപ്പോഴും പാടുന്ന ട്യൂൺ അത്ര നല്ലതല്ല, നിങ്ങൾ എൻ്റെ പരുവത്ത് നിന്നോണം. അപ്പം മത്തായിച്ചൻ മുഖത്തോട്ട് നോക്കി വെച്ച് തൂലിക ചലിപ്പിച്ചു. കോട്ടിസൂര്യ പ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർഗദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർഗദേവാ. അപ്പൊ ആ മുഖത്തോട്ട് നോക്കിയിട്ട് മത്തായിച്ചൻ്റെ കോടി സൂര്യപ്രഭ. എന്നാരാ നീ അവിടെ എവിടെയും സിമെന്റിന് ഉണ്ടാക്കി വെച്ചിരിക്കുക, ഗതികേട് പിടിച്ച് യേശു. ചുമ്മാ മുക്കിനൊരു യേശു, അങ്ങോട്ട് ചെന്നവൻ വേറൊരു യേശു. അതൊന്നും അല്ല. ദാചൻ എഴുതി, കൊടിസൂര്യ പ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർഗദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർഗദേവാ. വൻകടലും ഓളവും ഉയർന്നു വന്നാൽ ഒരു സങ്കടവും ഇല്ലെനിക്ക് തമ്പുരാന്, ഒരു സങ്കടവും ഇല്ലെനിക്ക് തമ്പുരാന്. കോടിസൂര്യ പ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർഗത്. കോടി സൂര്യപ്രഭ. ഇതുപോലെ ശ്രേഷ്ഠനായ മഹിമയുള്ള മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല.
കർത്താവിനോട് തുലനം ചെയ്യാൻ ആരെ കൊണ്ടും ഒക്കത്തില്ല. സ്തോത്രം. എനിക്ക് ധാരാളം പാട്ടുകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിയാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തേലും നിങ്ങൾ പറയുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതുകൂടെ പറയും, ഓ കൂടുതലും പാട്ടായിരുന്നു. കൊടുങ്ങല്ലൂ പാട്ടല്ലല്ലോ പാടുന്നേ, യേശുവിനെ പറ്റിയല്ലേ. അപ്പം അത് വലിയ കുഴപ്പമില്ല. കെവി സൈമൺ ആ മുഖത്തോട്ടൊന്ന് നോക്കി. ക്രിസ്തുവിൻ്റെ പുള്ളി ആറന്മുളയിലിരുന്ന് മത്തായിച്ചൻ, പേരിശ്ശേരി മത്തായിച്ചൻ അവിടെ ഇരുന്ന് എഴുതിയപ്പോൾ സൈമൺ സാറ് ആറന്മുളയ്ക്ക് അവിടെ ഇരുന്ന് കുന്നംപുറത്ത് വീട്ടിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കി. അതിന് പുള്ളി എഴുതിയതാ, നിൻമുഖത്തു നിന്നു തൂകും പൂരത്തിൽ അമ്പൈ എന്ന് പറഞ്ഞ മുഖത്തോട്ട് നോക്കിയപ്പം അവിടെ നിന്ന് തൂകുന്നെന്ന്. മധു എന്ന് പറഞ്ഞ നമ്മുടെ അപ്പുറം താമസിക്കുന്ന മധു അല്ല, അങ്ങനെ പറ. തേൻ. നിൻമുഖത്തു നിന്നു തൂക്കും മധുപൂരത്തിൽ അമ്പൈ. ഞാനിത് പാടി വെച്ച് അടുത്ത ലൈൻ പാടുമ്പോൾ നമുക്ക് കൊട്ടണം. അതിന് കാരണം ഈ പദം മനസ്സിലാകണം. നന്നായിട്ട് കൊട്ടുന്ന വേറെ പാട്ടിപ്പോൾ ഇറങ്ങി വരും. അവിടെ ഇരിക്കേ. നിൻമുഖത്തു നിന്നു തൂക്കും നന്മധു പുരത്തിലമ്പൈ മുങ്ങിലയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ. നിന്റെ നന്മൊഴി കരികണയുപതിനൊരു നവ്യമയസയൻസുമില്ലതു സമ്മതിക്കുന്നജ്ഞരല്ല പ്രാണികൾ. തെല്ലുണ്മയറിയുന്നതില്ലൈമാനികൾ. മേലിലുള്ള റുയലേമേ കാലമെല്ലാം കഴിയുന്ന മേലിലുള്ള റുയലേമേ ആ നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ നാഥ. ലളിത കൃപയുടെ മനുദിനമനുഭവി പതിനരുളനെ സഭയാകുമീ പുഷ്പമാസാരൂരേ. നിന്റെ പാലനമല്ലാതെ എന്തിപ്പൈ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ മുഖത്തോട്ട് നോക്കിയപ്പോൾ മധു ഇറ്റിറ്റ് വരുന്നു. യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേനിറ്റ്. നമ്മുടെ മോന്തയിലോട്ട് നോക്കിയാലോ മിക്കവാറും മധു വരും. നമ്മുടെ മോന്തയിലോട്ട് നോക്കിയാൽ പ്രസംഗിക്കാൻ പോലും തോന്നുകയില്ല. ആ നോട്ടം ഇരിപ്പം നല്ല മധുവാ. ഈ മധുവൊക്കെ വന്നിരുന്ന യേശുക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ മധു തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന്. അത്രയ്ക്ക് ശ്രേഷ്ഠനാവിടുന്ന്. സ്തോത്രം. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവനില്ല. അവിടുത്തോട് തുലനം ചെയ്യുവാൻ ഒരുത്തനും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനാ ക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയവും പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ഇത് തെളിയിച്ച് 10-ാം അധ്യായത്തിൽ ഓടിച്ച് പറയാ. 10:37 നമ്മൾ വായിച്ചത്. വായിച്ചോ മോനെ? 10:37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുവര. എബ്രായ ലേഖനം 9:27-28 വാക്യത്തിൽ വായിക്കുന്നത് വായിച്ചേ. 10 നേരെ മേളിൽ കിടപ്പുണ്ടല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിന്റെ 26 വായിച്ചേ. 9:26 വായിച്ചേ മോളെ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. 9-ാം അധ്യായത്തിന്റെ 26 ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് ഇനി വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന്.
9-ാമത്തെ ആയത്തിൽ പറയും ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടത്? ആ പ്രത്യക്ഷതയാ കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. മറിയമെന്ന് പറയുന്ന മാന്യ വനിതയുടെ ഉദരത്തിൽ അവൻ സർവജ്ഞനായ ദൈവം വചനം ജഡമായി തീർന്ന ഉദരത്തിൽ ഉരുവായി ആ കറക്റ്റ് സമയത്ത് മറിയം പ്രസവിച്ചു. കണക്ക് തെറ്റി പറന്നവനല്ല ക്രിസ്തു, കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിൻ്റെ തിരിപ്പറവി. ഞാൻ നിങ്ങളുമെല്ലാം കണക്ക് തെറ്റി ജനിച്ചത്. അതാ നമ്മുടെ മുഖവും പ്രകൃതിയും കാണുമ്പോൾ അറിയാം ശരിയായില്ല. പിന്നെ എന്തും വീണ്ടും മുമ്പേ പറഞ്ഞ പോലെ എവിടെല്ലാം പോയ ഒരു പരുവത്തിന് നമ്മൾ വന്ന് കണക്ക് തെറ്റി വന്നതുകൊണ്ടാണ്. ഒരുത്തന് 6 അടി പൊക്കം, ഒരുത്തന് 5. അമ്മാമ്മയ്ക്ക് 5.5 അടി, അച്ചായന് 4.5 അടി. പാച്ചാന്ന് പറയുമ്പോൾ എല്ലാം കണക്ക് തെറ്റിയതാണ്. ഞാൻ നിങ്ങളെല്ലാം കണക്ക് തെറ്റി വരാം. എന്നാൽ കൃത്യക്കണക്കിന് പിറന്നവൻ ക്രിസ്തുവാ. അതിലെ കാല സമ്പൂർണതയിൽ കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിൻ്റെ തിരിപ്പറവ്. അത് ആദ്യത്തെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത എന്തിനാണ് വായിച്ചല്ലോ? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി തെളിവ് ക്രൂശിൽ കിടന്നപ്പോൾ ഒടുവിൽ പറഞ്ഞു നിവൃത്തിയായി. വരുത്തിയ ചവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി 40 ദിവസം തൻ്റെ ശിഷ്യവൃന്ദങ്ങളുടെ കൂടൊക്കെ സഹവസിച്ച് ഒടുവിൽ അവരെ കൂട്ടി ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത ചവിടുന്ന് മേപ്പോട്ട് പോയി. കീപ്പോട്ടല്ല പോയത്, മേപ്പോട്ട് പോയി. ഇപ്പൊ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ഇപ്പൊ ചെന്ന് എന്തോ എടുക്കുക? വായിച്ച മോളെ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ ഓടിച്ച് വായിച്ച് അവസാനിപ്പിക്കുക. 10-ന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം വന്ന രശിയിൽ കൂടി നമുക്ക് പ്രത്യക്ഷ ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങമാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ നാനോട്ടുള്ള തിരുവെടുത്തിൽ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ എന്തോ എടുക്കുക? മധ്യസ്ഥത, പക്ഷപാതം ചെയ്യുന്ന, അങ്ങനല്ലേ സ്വർഗത്തിൽ? പക്ഷപാതം എന്ന് പറഞ്ഞാൽ വാദം പലതുണ്ട്. ചുടുവാദം, വെട്ടുവാദം, ആമവാദം, പിള്ളവാദം. ഇത് പക്ഷപാതമാണ്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങ് പറ. പക്ഷപാതം. പക്ഷേ പ്രാർത്ഥിക്കണം, കുറേ നാളായിട്ടിങ്ങനെ പക്ഷപാതം. പെട്ടെന്നങ്ങ് പറ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? ഉറക്കെ പറ. ഇത് പെട്ടെന്ന് പറഞ്ഞാലേ നമുക്കെല്ലാം തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പറയാതിരുന്നാൽ പിന്നെ സമയം പോവുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? ഇപ്പൊ ഒരു പണിയില്ലല്ലോ പുള്ളിക്ക്, എന്നാ പിന്നെ അവിടെ ഒന്ന് വാദിക്കട്ടെ. യേശു ക്രിസ്തു സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നെന്നാ നമ്മൾ പാടുകല്ലേ? ദാതൻ സന്നിധിയിൽ പേർക്കു സാദാ പക്ഷവാദം പക്ഷവാദം. അപ്പൊ ശ്രദ്ധിക്കുക, ആ പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? എന്റെയും നിങ്ങളുടെയും പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എന്റെയും നിന്റെയും പക്ഷം പിടിച്ച് വാദിക്കുന്നത്? വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല, ഒറ്റ വാക്യം പറയുക. നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അതാരാ? അത് വെളിപ്പാട് പുസ്തകത്തിൽ അപവാദിയാകുന്ന പിശാച്. അവനിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അപവാദം. അവൻ്റെ ഏജന്റ് നമ്മുടെ ഇടയിലും പിന്നെ പാഷന്മാരുടെ ഇടയിലുണ്ട്, വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ പെന്തിക്കോസിന് പുറത്തുള്ളവരും ഉണ്ട്. അത് പിന്നെ പോട്ടെ, അവൻ പുറത്തുള്ളവനെ, അകത്തുള്ളവന്മാരാണല്ലോ. മറ്റേ പുള്ളിയുടെ ആത്മാവാ. ആരുടെ? അപവാദിയുടെ. വാക്യം കാണിച്ചു കൊടുത്തില്ലേലും അടുത്തിരുന്ന് ഇത് ഈ അടുത്ത സമയത്തൊരു കൺവെൻഷൻ ചെന്നപ്പോൾ ഒരു വല്യപ്പൻ അല്ല, ഉപദേശിയാ, പഴയ ഉപദേശിയാ. ഞാൻ പ്രസംഗിച്ചേച്ച് ഭക്ഷണം കഴിച്ചേച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പുള്ളി നടക്കാൻ വയ്യ. എന്നാൽ മറ്റേ കാര്യമൊക്കെ എങ്ങനെയായെന്ന്
മറ്റേ കാര്യമൊക്കെ എങ്ങനെയായെന്ന് എന്നോട് ഞാൻ ചെയ്ത മറ്റേ കാര്യം എന്നതാ. ഓ മറ്റേ പുള്ളി എന്നോട് പറഞ്ഞത് അതാ വിചിത്രം. അതേ, എൻ്റെ മൊബൈൽ ഈ ചെറുതായതുകൊണ്ട് ഒന്നും ഇപ്പം അറിയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ ഇനി ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. കിടകെട്ടല്ലോ, ഇടുക്ക് വരെ തെറ്റിയിരിക്കുക, കാസാവലിവായിട്ടാ മേളിലോട്ട് കയറുന്നത്. എന്നാലും പുള്ളിക്ക് ഇതെല്ലാം അറിയണം. ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ ഇനി ഇതൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. പാട്ട് പാടി പ്രാർത്ഥിച്ച അങ്ങ് പോകാൻ നോക്ക്. മൂതുക്ക് പിടിച്ചതൊക്കെ ചിലക്ക് വലിയ ആഗ്രഹമാണ് ഇതെല്ലാം. വേറെ പുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും ഇത്രയും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നേ ഗുണമായേനും. അപ്പോൾ എനിക്കും നിങ്ങൾക്കുമെതിരെ അപമാനം പറയാൻ ഒരുത്തനുണ്ടത് മറ്റാരുമല്ല, കൂട്ടുവിശ്വാസികളല്ല, അപവാദിയാകുന്ന പിശാച്. എനിക്ക് നിങ്ങൾക്കുമെതിരെ അവിടെ ചെന്ന് അപമാനം പറയുമ്പോൾ ക്രിസ്തുവേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പച്ചഭാരം ചെയ്യും. എന്തുവാ പച്ചഭാരം? എൻ്റെ രക്തം കൊടുത്ത് ഞാൻ വീണ്ടെടുത്തതാ. എൻ്റെ നാമത്തിലാ അവൻ ശുശ്രൂഷിക്കുന്നത്. എൻ്റെ പൈതലാ. അവൻ സാത്താനെ വിട്ടുപോകാൻ പറയും. എനിക്കും നിനക്ക് വേണ്ടി പച്ചഭാരം ചെയ്യുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ ആരും നിന്റെ പക്ഷം പിടിച്ച് വാദിക്കാൻ കണ്ടെന്ന് വരികയില്ല. ഇവിടെ ക്യാഷ് കൊടുത്താൽ ഏത് പക്ഷത്തും ആൾക്കാർ പിന്നെ നോട്ട് കെട്ടെറിഞ്ഞാൽ അന്നേരം കയറി കണ്ടതാണ് തീർത്ത് പറയും. കുത്തിക്കൊല്ലുന്നത് പിന്നെ ഞാൻ കണ്ടതാ. കത്തിക്ക് കുത്തി, മലപ്പുറം കത്തിക്ക് കുത്തി. ഇവൻ ഇന്ന് വരെ മലപ്പുറം കത്തി. എന്നാലും അവൻ കയറി കാശ് കൊടുത്താൽ പറയും. കാശ് കൊടുത്താൽ കണ്ടത് കണ്ടില്ലെന്നും. അയ്യോ ഞാൻ അന്ന് ആ ജില്ലയെ പോലും യോഗം തീർന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ആരും നേരും ചൊവ്വനും സാക്ഷി പറയുകയല്ല. എന്നാൽ എനിക്ക് നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരുവനുണ്ട്. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു ഇനി വരാൻ പോവുക. അതാ 37-ാം വാക്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആര് വരും? യേശു തിരിച്ചു വരും. എന്തിനാ വരുന്നത്? തിരുസഭയെ ചേർക്കാൻ. ചേർത്തിട്ടോ അങ്ങ് കൊണ്ടുപോകാൻ. എവിടോട്ട്? താൻ ഇരിക്കുന്ന ഇടത്ത് വരുമെന്ന് ഉറപ്പന്ന. അത് കമ്പിവാചകം പോലെ പറഞ്ഞ് ഇന്ന് രാത്രി അങ്ങ് നിർത്തുക. അതിനി അധിക സമയം എടുക്കുന്നില്ല. ഏതായാലും യോഗം തീരാൻ പോവുകയാണല്ലോ. ദൈവത്തിന് മകത്ത്. നാളെ വൈകിട്ടുണ്ടോ? അപ്പം പിന്നെ എവിടെ ഇരിക്കും? ചെടൊക്കെ ഇട്ടിട്ട് പോവാം. ഏറ്റവും കൂടുതൽ ദൂരം എനിക്കാ പോകണ്ടേ. സ്തോത്രം. ഇനി ഒരുവൻ തിരിച്ചു വരും. അത് നസറയനാകുന്ന ക്രിസ്തു. തെളിവ്, അതിൽ ഒന്നാമത്തെ തെളിവ് ഇന്നലെ പറഞ്ഞു. അവിടുന്ന് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. ഞാൻ അവിടെ ചെന്ന് സ്ഥലം ഒരുക്കിയേച്ച് ഞാൻ അവിടെ തന്നെ ഇരിക്കുമെന്നല്ല, തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ അവിടുന്ന് പോഷ്ക്ക് പറയത്തില്ല. അവിടുത്തെ വാക്ക് ഊവെന്നും. തെളിവ് അവിടുന്ന് തന്നെ തിരുവായി പൊടിഞ്ഞു. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടല്ല. പോയി വരും ഞാൻ. തിരിച്ചു വരുമെന്ന്. അപ്പൊ ഈ തെളിവ് യേശു വരുമെന്നുള്ളതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട തെളിവ് അവിടുന്ന് തന്നെ പറഞ്ഞേച്ചാ പോയത് തിരിച്ചു വരാന്ന്. വരുമെന്ന് പറഞ്ഞാൽ വരും, ഒരു തർക്കവുമില്ല. രണ്ടാമത്തെ തെളിവ് സ്വർഗത്തിലേക്ക് അവിടുന്ന് എടുക്കപ്പെട്ടപ്പം ശിഷ്യവൃന്ദങ്ങളെല്ലാം ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ നോക്കുന്ന അന്ത്യകൽപ്പന കൊടുത്തു. ഇന്നലെ ഓർപ്പിച്ചല്ലോ. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, പ്രവർത്തകരുടെ പുസ്തകം 1. ഈ ഭാഗമെല്ലാം കൂടെ പഠിക്കുമ്പോൾ അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുക. യേശു മേപ്പോട്ട് പോവുക, അല്ലാതെ കീപ്പോട്ടല്ല പോയത്. ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ പോകുന്നത് മുമ്പേ പറഞ്ഞ പോലെ ഷൗമേൽ സാറ് കണ്ടു. എലന്തൂര് മേളിലോട്ട് പോകുന്നതേ സാറ് എലന്തൂരിരുന്ന് കണ്ടു. കണ്ട
വെച്ച് സാർ ഉടനെ പേനായി എടുത്ത് എഴുതി മേളിലോട്ട് പോകുന്ന കണ്ട് എനിക്കൊന്ന് സാറ് അവിടെ ഒലിവുമലയെ പോയോ എന്നൊരു ഡൗട്ട്. എൻ്റെ വരികളൊക്കെ കേട്ടിട്ട് സാറും അവിടെ പോയെന്നായി എനിക്ക്. അപ്പോൾ സാർ ഇത് കണ്ടേച്ച് എഴുതുക, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനെ ഗതനായി താതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനെ ഗതനായി താതനരികിലമർന്നു. മേളോട്ട് പോകുക യേശു. ഒരു സന്തോഷമില്ല. യേശു പോകുക വരിക, ഞങ്ങൾക്ക് പെട്ടെന്ന് യോഗം നടത്തി വീട്ടിൽ പോകണം. കണ്ടുകൊണ്ട് എഴുതുകയല്ലേ. ഇന്ന് രാത്രി എങ്ങനെ ചത്തുപോയാൽ ഇത് കേട്ടോണ്ട് പോയി ചാക്. പുറത്തേച്ച് അവിടെ പോയി അങ്ങനെ ചാകുന്നതിലും നല്ലത്. ഗുണമുള്ള കാര്യമാണ്. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനെ ഗതനായി താതനരികിലമർന്നു താൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ, ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരും നാഥന് സ്തോത്രമേ. എന്ന പ്രയോഗങ്ങളാ. അങ്ങനത്തെ പാട്ട് കിടക്കുമ്പോഴാണ് ഇപ്പൊ കുറെ പാട്ടുകാർ എല്ലാവരും അല്ല ചിലര് യേശു, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പോഴത്തെ പാട്ടാ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവൻ്റെ പാട്ട്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ തമ്മിൽ ചെമ്പൂര് വെച്ചായിരിക്കും കണ്ടത്. ചുമ്മാ നല്ല പാട്ടങ്ങോട്ട് പഴയ ഭക്തന്മാർ എഴുതി വെച്ചത് പാട ആകം കത്തുക, ആകം തുടിക്കുക. വെള്ളോട്ട് അവിടുന്ന് പോയി. ആ ക്രിസ്തു മുകളിലോട്ട് പോകുമ്പോൾ ശിഷ്യവൃന്ദങ്ങളെല്ലാം കണ്ണിമ വെട്ടിക്കാതെ ഇങ്ങനെ മേളിലോട്ട് നോക്കി നിൽക്കുക. യേശു മേളിലോട്ട് പോകുന്ന, മേളിലോട്ട് ഇങ്ങനെ പോകുന്ന യേശു പോയി അങ്ങോട്ട് മേഘം വന്ന് മൂടി അവനെ മറച്ചു. മേഘം വന്ന് മൂടി മറച്ചിട്ടും കണ്ണ് വെട്ടിക്കാതെ ശിഷ്യവൃന്ദങ്ങൾ മേളിലോട്ട് നോക്കി നിന്നപ്പോൾ ആ രണ്ട് കക്ഷികൾ രംഗത്ത് വന്ന്. വായിച്ച അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വലിയോ മോനെ വായിര്. ഗലീല പുരുഷന്മാരെ, അതിന്റെ 9-ാം വാക്യം മുതൽ വായിര്. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട്, ഒരു മേഘം വന്നവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവരുടെ കാഴ്ചയ്ക്ക് അവിടുന്ന് മറഞ്ഞു. ഏതാ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞ് മേഘം വന്ന് മൂടി അവിടുന്ന് അങ്ങ് പോയി. അടുത്തത് അവൻ പോകും നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കും. മേഘം വന്ന് മൂടി മറച്ചിട്ടും ഈ ശിഷ്യന്മാരിങ്ങനെ നോക്കി തന്നെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷൻ നിർത്ത്. വെള്ളവസ്ത്രം ധരിച്ച ഈ ചില ആൾക്കാർ പെന്തിക്കോസ്തിന് വെള്ളവസ്ത്രം തന്നെ ധരിക്കണമെന്ന് ഉണ്ടോ? എടാ, കുറഞ്ഞ പക്ഷം ആരാധനയ്ക്കെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചു വാ. വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലേ അവിടെ വെള്ളവസ്ത്രം എന്ന് എടുത്ത് പറഞ്ഞേ. അല്ലെങ്കിൽ വേണം വസ്ത്രത്തിൽ കളറിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. അങ്ങനല്ലല്ലോ. തുണി എടുത്ത രണ്ട് പുരുഷന്മാർ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അങ്ങനല്ലല്ലോ പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ പോകും നേരം അവർ ആകാശത്തിൽ ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച, വെള്ളവസ്ത്രം, വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്. കയപ്പറാൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, വെള്ള തന്നെ വരണം. വരണമെന്ന് വെള്ളയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് എടുത്ത് പറഞ്ഞേ. അയ്യോ, മറുരൂപമല്ലെങ്കിൽ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവമെല്ലാം മാറി. അവന്റെ വസ്ത്രത്തിന്റെ വിശേഷത കൊടുത്തിരിക്കുക. ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ പറ്റാത്തതുപോലെ. വെളിപ്പാട് പുസ്തകത്തെ വായിക്കുന്ന ഇവരെല്ലാം കൂടെ എവിടെ നിന്ന് വന്നതാണ്? അതാരാ? അയ്യോ, കൈ കൊടുത്ത പോലെയെല്ലാം പിടിച്ച് വെള്ളം നിലയങ്ക് ധരിച്ച് അവിടെയും വെള്ളം, കയ്യിൽ കുരുത്തോലയന്തീട്ടവർ സ്തുതി പാടിടാനം നമ്മോടാർത്തിടുന്നു. ആ പാട്ടിന്റെ വരി അടുത്തതാ. അവരെല്ലാം ഇങ്ങനെ നിൽക്കുക. അടുത്ത ലൈനുണ്ട്, ചേർന്നിടുമേ വേഗം ഞാനും. അങ്ങനെ വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ കുടുത്തോലയൊക്കെ പിടിച്ച് നിൽക്കുന്ന സംഘത്തിൽ ചേരുവന്ന യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത
ജനതയെ പറ്റി ഈ പുസ്തകം പഠിപ്പിക്കുന്നത് വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നെന്നാ. അവിടെ വെള്ളയാ, കൂടെ വരുന്നവരും വെള്ളക്കുതിരപ്പുറത്ത്. അങ്ങനല്ലേ മോനെ വായിച്ചേ 19-11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ആ വെള്ളക്കുതിര പ്രത്യക്ഷനായി. പിന്നെ അതിന്മേൽ ഇരിക്കുന്നവന്, ആ വെള്ളക്കുതിരയുടെ പുറത്തൊരുവൻ ഇരിക്കുന്നു. വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അടുത്തത്, അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടി, ജയമെടുത്തവനാ രാജമുടി. പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഒന്നും അറിയത്തില്ല. അടുത്തത്, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേര് പറയുന്നു. ക്രിസ്തു തന്നെ, അത് ഒരു തർക്കവുമില്ല. അവന് ദൈവവചനമെന്ന്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൊടുക്കുന്ന ആ വചനം അവൻ ക്രിസ്തുവാ. വെള്ളക്കുതിരപ്പുറത്ത് വെള്ളയാ. അടുത്ത വാക്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് ചുരുക്കി പറഞ്ഞ മൊത്തം വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാ സ്തോത്രം. അവിടുത്തെ തലമുടിയെ പറ്റി, കർത്താവിന്റെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് തലമുടി വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. എൻ്റെ ഭാഷ പറഞ്ഞ മുടി തൊട്ട് താഴോട്ട് വെള്ള. താഴത്തെ കാര്യം പറഞ്ഞെന്ന് പാദം ചുട്ട് പഠിപ്പിച്ച അവിടെ വെള്ള. അപ്പം ഇവിടെ മുതൽ അവിടെ മുഴുവൻ വെള്ളയാന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേൻ, ഉത്തമ പുരുഷനെ കണ്ടേ. പാടാൻ നേരെ ഇല്ലാഞ്ഞിട്ടാ, മുഴുവൻ വെള്ള. അവിടെ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അങ്ങനല്ലേ മോനെ? വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അപ്പൊ ഈ 2 പുരുഷന്മാരെന്ന് അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അത് ദൂതന്മാരാ. ഈ ദൂതന്മാര് വന്ന് പറയുന്ന കാര്യം അടുത്തത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു. അതിനങ്ങനെ എടുത്ത് ഈ യേശു എന്ന് പറയും. വേറെ യേശുവായിട്ട് ആൾക്കാർ വരും. വന്നല്ലോ ഇഷ്ടം പോലെ. വന്നോണ്ട് പിന്നെ ഇരിക്കുകയല്ലയോ? തെറ്റരുത്. ഈ യേശു, സ്തോത്രം. ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. വരും. അപ്പോൾ 2 പുരുഷന്മാർ വെള്ളവസ്ത്രം ധരിച്ച 2 പേര് പറയാ, നിങ്ങൾ എന്തിനാ മേപ്പോട്ട് നോക്കി നിൽക്കുന്നേ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിന് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനെ കണ്ടതുപോലെ തിരിച്ചു വരുമെന്ന്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, ഉറപ്പ്. അവിടുന്ന് പറഞ്ഞു പോയി തിരിച്ചു വരുമെന്ന് 2 ദൂതന്മാര് പറയുക, തിരിച്ചു വരുമെന്ന്. ഏതാ 2 ദൂതന്മാര്? ഉറപ്പാണോ? പിന്നെ യോടി എങ്ങനെ പറയാം. അവിടുന്ന് ആദ്യം ജനിക്കാൻ നേരത്ത്, കന്യാസൂനുമായിട്ട് മറിയയുടെ ഉദരത്ത് ജനിക്കാൻ നേരത്ത് 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്ത് വന്ന് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. കൃപ ലഭിച്ച മറിയമേ, അല്ലെങ്കിൽ കൃപ ലഭിച്ചവളെ നിനക്ക് സ്വസ്തി അങ്ങനൊന്നുമല്ല പറഞ്ഞത്. സ്വസ്തിയും കുസ്തിയൊന്നുമല്ല. വന്ദനം ചൊല്ലി. വന്ദനം കേട്ട മറിയ ഞെട്ടി. ഞാൻ ദൂതനാന്ന് പറഞ്ഞു. അയ്യോ നീ ഒരു കൊച്ചിനെ പ്രസവിക്കാൻ പോവാ. പിന്നെയും ഞെട്ടിയെങ്കിലും മറുചോദ്യം ചോദിച്ചു. പുരുഷനെ അറിയാൻ അയ്യോടി, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി പാർക്കാൻ പോവുക. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടുലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ നിന്റെ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ഉരുവാകും. അവൻ മാനവജനതയെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേര് വിട്ടോണം. സൂക്ഷം ഒരു ദൂതനാ വന്ന് പറഞ്ഞത്.
കൊച്ചി എനിക്ക് വന്ന് പറഞ്ഞേച്ചങ്ങ് പോയി. കൃത്യത്തിന് പറഞ്ഞതുപോലെ അവിടുന്ന് ജനിച്ചു. ശ്രദ്ധിച്ചേ, ഒരു ദൂതൻ പറഞ്ഞു ജനിക്കുമെന്ന്, കൃത്യം ജനിച്ചു. അവിടുന്ന് പോയപ്പോൾ 2 ദൂതനാ പറഞ്ഞത് തിരിച്ചു വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞ കാര്യം നടക്കാതിരിക്കുമോ? സ്തോത്രം. അതാ ഇംഗ്ലീഷ് പറഞ്ഞ് ഡെഫിനറ്റ് ആണ്. അതാ ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, നമ്മുടെ കൺവെൻഷനല്ലേ, ഏതായാലും യോഗം തീരാൻ പോവാ. ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് 3 വരുവാന്നുള്ളതിന് 3-ാമത്തെ തെളിവ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കർത്താവ് തന്നെ തൻ്റെ ശുശ്രൂഷ സമയങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എല്ലാം വിവരിക്കുന്നില്ല. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ മഹത്വ പ്രത്യക്ഷതയൊക്കെ പരാമർശിക്കുന്ന ഭാഗമാണെന്നറിയാം, എങ്കിലെ പദം ഇങ്ങോട്ട് കടമെടുക്കുക. നോഹയുടെ കാലം. എന്താ നോഹയുടെ കാലം? ഒത്തിരി വിവരിച്ച് പറയേണ്ടതാ, ചുരുക്കമായിട്ട് പറഞ്ഞങ്ങ് നിർത്താം. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചേ മോനെ. ആ ചെറിയൊരു കണ്ണിക കടപ്പില്ലേ, ഉൽപ്പത്തി 4-ന്റെ ഒടുവിൽ 5-ന്റെ നേരെ മുകളിൽ ഒരു ചെറിയ കണ്ണിക, ആ കണ്ണിക ഒന്ന് വായിച്ചേ. ആദാം ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. അത് 4 അല്ലല്ലോ, ഒരു ചെറിയ കണ്ണി കിടപ്പില്ല. അതെവിടാ വായിച്ച മോൻ? 3-ആ വായിച്ചത്. ആദാം തന്റെ ഭാര്യയെ അവിടെ അപ്പം മുമ്പേ വായിച്ച ഏതാ? അല്ല, അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്ന. ഇനി വായിച്ചു. ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ആദാം തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അടുത്ത വാക്യം, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേര്. അടുത്തത്, ശേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്തത്, അക്കാലത്ത് ഏനോശ് ജനിച്ചവൻ. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏതാ? ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പൊ അതിന് മുന്നെയോ? അവിടെ എല്ലാം വിവരിക്കാൻ നേരമില്ല. യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്ന് ഏതാ? ഏനോശിന്റെ കാലത്ത്. എല്ലായിടത്തും ഇപ്പൊ അങ്ങ് ആരാധന തുടങ്ങുകയല്ലേ. അവിടെ ഒരു ആരാധന എവിടെ? ആ ബിൽഡിങ്ങിന്റെ മണ്ട എവിടെ? ഷീറ്റ് ഇട്ടെടുത്ത്. ഇപ്പോൾ ഒരു ആരാധന തുടങ്ങണമെങ്കിൽ ഒരു ഓർഗൻ വായിക്കുന്ന ഒരു ചെറുക്കനും 2 സഹോദരിമാരും ഒരു ഉപദേശിച്ചുകൊണ്ട് ഒരു യോഗം അങ്ങ് തുടങ്ങാം. അവനിങ്ങനെ നിന്ന് തള്ള കൈയടിച്ച് പാസ് അന്നേരം ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ. ആകെ 2 എണ്ണത്തെ വെച്ചാ പോരാ. എല്ലായിടത്തും ആരാധന തുടങ്ങുക. ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അതാ നല്ല കാര്യം. ഈ ആരാധനയൊക്കെ തുടങ്ങി എല്ലാവരും ആരാധിക്കുക. പക്ഷെ 6-ാം അധ്യായം വന്നപ്പോൾ ബോധിച്ച പോലെ നടക്കുക. ബോധിച്ച പോലെ വിവരിക്കുന്നില്ല അധികം. എടുത്ത് നന്നായിട്ട് മണിക്കൂറുകളെടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് നേരം കൊണ്ടെടുത്താൽ നിങ്ങൾ കുറച്ച് പേര് ഇരുന്നും തരും. പിന്നെ ഞാൻ പോയി കഴിയുമ്പോൾ പറയും അല്ലേലും അയാൾ താമസിച്ചാൽ നിർത്തും, അയാളുടെ തൊഴിലതാ. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ചുരുക്കി പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ വഷളത്വം വഴിവിട്ടു, ക്രമം കെട്ടു. 5-ാം അധ്യായത്തിലുണ്ട്. 4-ാം അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്. 4-ന്റെ 16 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരുത്തനുണ്ട്, അവന്റെ പേര് ലാമേക്ക്. അവന് 2 ഭാര്യമാര്, ആദയും സില്ലേ. 4 പിള്ളേര്, യാബാല്, യൂബാല്, തൂബക്കയിൻ, പെങ്ങള് നയമ. ഒരുത്തനാണെങ്കിൽ കിന്നരവും വേണും എല്ലാം നന്നായിട്ട്, അവൻ ഇൻസ്ട്രുമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. 4-5 ഓർഗൻ വിളിച്ചവൻ കൊച്ചുങ്ങളില്ല. ഇത് കണ്ട് ഇളകുക. പാവത്തിന് ഒരെണ്ണം ഉള്ളു. ദൈവമേ, ഒന്നുകൂടെ ഉണ്ടോ? 2 എണ്ണം കൊടുക്കട്ടെ. എനിക്കെന്നെ അല്ല, വേണുവും കിന്നരവും ഒക്കെ നന്നായിട്ട് അതാ അത് നന്നായിട്ട് വായിക്കും. അവൻ്റെ വായന കാണാൻ തന്നെ ആൾക്കാർ. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ്, സംഗീതോപകരണം. അടുത്തവനാ അവൻ യൂബാല്, അവൻ ചെമ്പും. അങ്ങനല്ലേ മോനെ? വായിച്ച മോനെ, പെട്ടെന്ന് വായിക്കേ. അന്നേരം കൊച്ചു വന്നല്ലോ.
കണ്ടോ? 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 മുതൽ വായിരേ. ലാമേക്ക് ആ 2 ഭാര്യമാരെ എടുത്തു. ഒന്നുകൂടെ വായിച്ചേ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാൻ ഈ വാക്യം പ്രസംഗിച്ചപ്പം മുന്നിരുന്ന് എടുക്കാൻ എന്നോട് ചോദിക്കാം, എടുത്തോന്ന്. അവൻ എന്നോട് ചോദിക്കാം, ലാമക്ക് 2 ഭാര്യമാരെ എടുത്തെന്ന് വായിച്ചപ്പോൾ ഞാൻ അതൊന്നുകൂടെ ആവർത്തിച്ചു. ലാമക്ക് 30 അടി നീളത്തെ ഒരു ഹോളും, ഇന്നലെ പറഞ്ഞ രാതം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു അപ്പനും, തമ്പേർ കമത്ത് നമ്മളെ തീ കത്തിക്കുക എന്നെ തീ കത്തി ഇത്തള്ള കത്തുകയില്ല ഇങ്ങേരോട്ട്. ഇതാണ് നമ്മുടെ യോഗ. അന്നേരം അവൻ അവിടെ ടെൻ്റ് അടിച്ച് പരിപാടി നടത്തുക. അതായത് ടെൻറ്റ് മേക്കർ. യാബാൽ അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. അടുത്ത വാക്യം വായിരേ. അവന്റെ സഹോദരൻ അവന്റെ ബ്രദറാണ് യൂബാൽ. ആദ്യത്തെ യാബാൽ, ഇവൻ യൂബാൽ. എന്ത് പ്രാസോപ്പിച്ച പേരിടുന്നത്. യാബാൽ, യൂബാൽ. ഇപ്പോൾ അങ്ങനെയൊക്കെ പേരിടുന്ന ആൾക്കാർ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. യൂബാൽ. ഇവൻ കിന്നരവും വേണവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും. ഒരാൾ വായിച്ചോന്ന്, ഇവൻ കിന്നാരവാന്ന്. കിന്നാരം ഉണ്ടായിരിക്കും ഇച്ചിരാ, എന്നാലും ഇവൻ കിന്നരം. കിന്നരവും വേണവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവൻ നന്നായിട്ട് കൈകാര്യം ചെയ്യും. പിന്നെ അടുത്തത് സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങൾ തീർക്കുന്നവനായി. ഇതെല്ലാം ആ ലക്ഷണം കണ്ടോ? അവൻ നാടൻ ബോംബെ, ഇടികെട്ട്, നെഞ്ചക്ക്, വടിവാള്, മലപ്പുറം കത്തി ഒക്കെ അവന്റെ പണി. അവൻ തപായത്തിനും കത്തിയായിട്ടാ. സ്തോത്രം നിനക്കിട്ടുണ്ടെന്നാ. ചുരുക്കി പറഞ്ഞ് ഇങ്ങനെയുള്ള വഷളത്വം, 2 ഭാര്യയായിട്ട് നടക്കുന്ന ഗുണ്ടായിസം, ഈ സംസ്കാരം കലയൊക്കെ അത്തിച്ച കോടി നിൽക്കുക, ബോധിച്ച പോലെ നടക്കുക. അന്നേരം ആ തമ്പുരാൻ നോഹയ്ക്ക് കൃപ കൊടുത്തേച്ച് പറഞ്ഞു, ജനത്തെ നശിപ്പിക്കാൻ പോവുക. എങ്ങനെ? വെള്ളപ്പൊക്കം കൊണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, ഒരു പെട്ടകം ഉണ്ടാക്കണം. കണക്ക് കൊടുത്തു. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകമാം വാതായനം, 3 തട്ടുകൾ, പല കോഷ്ടം, സർജരസ ചാന്ത് കൊണ്ട് ഇത് ക്രമപ്പെടുത്തണം. സ്തോത്രം. നോഹ തന്നോട് പറഞ്ഞതുപോലെ ചെയ്തു. പെട്ടകം ഉണ്ടാക്കി. നോഹയുടെ കാലം പോലെ പെട്ടകം ഉണ്ടാക്കി. പകലെല്ലാം പ്രസംഗിക്കും. വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഇവിടെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടോണം. ഒറ്റ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല. അന്നേരം നാട്ടുകാർ പറഞ്ഞു, അപ്പന് വട്ടാടാ. കൊച്ചുങ്ങളെല്ലാം ആ കലിങ്ക എന്ന് പറഞ്ഞ് ഇളകിയെന്നാ തോന്നുന്നത്. ഇയാൾ എന്തോ പറഞ്ഞത്? വെള്ളപ്പൊക്കമാണ്. മഞ്ഞുകൊണ്ടും നിലം മൂടി നനയുന്ന സമയത്ത് ഇയാൾ പറയും വെള്ളം വേർത്ത് വെച്ചു. അപ്പൊ കൊച്ചുങ്ങൾ പറഞ്ഞെന്നാ, പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറയുക, എടാ ഒരെണ്ണ ഇളകിയെന്നാ. പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. സ്തോത്രം. അപ്പന് വട്ടാടാന്ന് പറഞ്ഞു. കൊച്ചുങ്ങളെല്ലാം സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, തന്തതള്ളമാരുടെ ചൊൽവിളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ടൊട്ടേറെ ആർത്ത് മുറ വിളിക്കുന്നു. തന്തതള്ളമാരുടെ ചൊൽവിളിക്കാത്ത പിള്ളേര് കയറി പരിഹസിക്കുക. സ്തോത്രം. പക്ഷെ നോഹയ്ക്ക് ഇതൊന്നും വിഷയമല്ല. നോഹയോട് ദൈവമാ പറഞ്ഞേ. എന്തിനേറെ എല്ലാവരും ഒന്നും രക്ഷപ്പെട്ടില്ല. തമ്പുരാൻ പറഞ്ഞതുപോലെ നോഹ പ്രസംഗിച്ചു, പെട്ടകവും പണിതു, തൻ്റെ കുടുംബം ഇതിനകത്ത് രക്ഷപ്പെട്ടു. നാൽക്കാലിക ഇടജാതിയും പറവജാതിയും എല്ലാം അകത്ത് കയറി. മനുഷ്യജാതിയിൽ 8 എണ്ണം ഒഴിച്ച് വേറൊരെണ്ണം കയറിയില്ല. ദൈവം വാതിലങ്ങടച്ചു. വാതിലടച്ചെന്ന് കയറിയ ആൾക്കാരുടെ പേരുമൊക്കെ സൈമൺ സാർ, അതുകൊണ്ട് അങ്ങ് ചൊല്ലി നിർത്താം. സൈമൺ സാറ് കൊടുത്തിരിക്കുക, നോകിൻ്റെ തനകരാം യാപേത്തും ഷേമും ഹാമും. അകത്ത് കയറിയവരാ. നോകിൻ്റെ തനകരാം യാപേത്തും ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. പെണ്ണുങ്ങളെല്ലാം കയറി. നോകിൻ്റെ പക്കിനിയും നോഹും. അപ്പൊ 8. വീടിന് കാവൻ നിൽക്കും കുക്കുരം പട്ടി. വീടിന് കാവൻ നിന്ന പട്ടി ഇതിനകത്ത് ആടി കയറി. പാപ്പച്ചൻ കയറിയില്ല. പാപ്പച്ചൻ്റെ പട്ടി ഇതിനകത്ത് കയറി. പാപ്പച്ചൻ ഇപ്പോഴും പറയാം, ഞാൻ എൻ്റെ അപ്പച്ചനെ കിടത്തിയെടുത്ത് തന്നെ ഞാൻ. പാപ്പച്ചൻ വീടിന് കാവൻ നിൽക്കും കുക്കുരം പട്ടി. വീടിന് കാവൻ നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും. വീട്ടിലെ കറവപ്പശു അകത്ത് കയറി. കറിയാച്ചൻ കയറിയില്ല.
കറിയാച്ച കറവപ്പശു വരെ പെട്ടകത്തിനകത്ത് കയറി നീ ഇന്നേം വാജി പിടിച്ച് നിൽക്കാതെന്നായി പറഞ്ഞേ. ഇത് സുപ്രസാരകാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി നീ ഇതിനകത്ത് കയറി രക്ഷപ്പെട്ടോണം. വീടിന് കാവൽ നിൽക്കും കുക്കുരന്മാർ, ജനങ്ങളാടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാം കേസരി ഇതിനകത്ത് കയറി. കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം. ഇന്നലെ വായിച്ചു വന്ന ഇനി പോട്ടെ. ഏതായാലും കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലിക്കോലവും യാർദൂലശീലമാം പുള്ളിപ്പുലിജാലവും, അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാൻ ഇതിനകത്ത് കയറി. തുള്ളിയോടിടും പുള്ളിമാനുടെ മുള്ളംപന്നി ഇതിനകത്ത് കയറി. തുള്ളിയോടിടും പുള്ളിമാനുടെ മുള്ളംപന്നി, വള്ളിമേൽ കമ്പക്കളി നടത്തും കരിമന്തി ഇതിനകത്ത് കയറി. മദാമ്മ കയറിയില്ല. മദാമ്മ പിന്നെ ലിപ്റ്റിക്ക് തേച്ച് നടക്കുക. എൻ്റെ ലിപ്റ്റിക്ക് എല്ലാം തീരാൻ പോവുക. വള്ളിമേൽ കമ്പക്കളി നടത്തും കരിമന്തി, അളുങ്ക് അണ്ണിപ്പിള്ള കയറി, മാധവൻപിള്ള കയറിയില്ല. അളുങ്കും അണ്ണിപ്പിള്ള ജീവികൾ, അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ, തത്ത കയറി. തത്തയെ വളർത്തിയ തങ്കമ്മ ഇതിനകത്ത് കയറിയില്ല. തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട് പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും പോതം പെട്ടകം ഇതെല്ലാം ഇതിനകത്ത് കയറി. ദൈവം തമ്പുരാൻ വാതിലങ്ങടച്ചു. അധികം വിവരിക്കാൻ നേരമില്ല. ഇതെല്ലാം അകത്ത് കയറിയപ്പോൾ നാട്ടുകാർ പിന്നെയും കളിയാക്കുക. ഒരുത്തൻ പറഞ്ഞു, എടേ ഇല്ല മറ്റേ പുള്ളിയുടെ കൂടെ എല്ലാവരും കയറി. ആരാ? നമ്മുടെ സ്ക്രൂ. ആരൊക്കെ കയറി? കോഴി അങ്ങോട്ട് കയറിയിട്ടുണ്ട്, കുക്കുടം, പുറകെ കുറുക്കനും കയറിയിട്ടുണ്ട്. പിന്നെ അവൻ അവിടെ നിന്ന് പറയാം, എന്നാ പണി നടന്നു. സൂക്ഷം കുറുക്കൻ, സ്തോത്രം. ഉടനെ പറഞ്ഞ്, എടേ എലി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അന്നു പുറകെ പൂച്ചയും കയറിയിട്ടുണ്ട്, സൂക്ഷം പിടിച്ചിരിക്കും. പുറത്തു നിന്നുള്ള അഭിപ്രായമാണ്, എടാ ആണ്ട പാമ്പ് കയറി. യോടി അതും കയറിയോ? പാമ്പ് കയറി. കീരിയും കയറിയിട്ടുണ്ട്. എന്നാൽ സൂക്ഷം അതിനകത്ത് അടിയാ. പക്ഷെ ഇതേ ക്രിസ്തുവാകുന്ന പെട്ടകമാണ്. ഇതിനകത്ത് കയറി ഇരുന്നാൽ ഒരു അടിപിടിയില്ല. പെട്ടകം ക്രിസ്തുവിൻ്റെ നിഴലാ. ഇതിനകത്ത് ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. കോഴി ഇതിനകത്തോട്ട് കയറിയപ്പോൾ നല്ല പരിവായി. കുറുക്കൻ കയറിയപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടു. കുറുക്കൻ കയറിയപ്പോൾ കോഴി ആദ്യം കയറി ആ മേളത്തെ തട്ടയിലിരുന്ന് ഇങ്ങനെ ഇരിക്കുക കോഴി. അപ്പോൾ കുറുക്കൻ കയറി വന്നപ്പോൾ കോഴി കുറുക്കനെ കണ്ടു. ഉടനെ കുറുക്കൻ കോഴിയോട്, പ്രൈസ് ദി ലോർഡ് സിസ്റ്ററേ. ഉടനെ കോഴി, സ്തോത്രം ബ്രദർ. ഇതാണ് പെട്ടകം. അല്ലാതെ കോഴിയുടെ കൊങ്ങാക്കി പിടിക്കുമൊന്നും അല്ല പെട്ടകത്തിനകത്ത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കീരിയും പാമ്പും, അയ്യോ, എലിയും പൂച്ചയും. നമ്മളൊരു പാട്ട് പഠിച്ചതല്ലേ, ഒരു മാർജാരൻ മനഭൂരാത്രിയിൽ ഇരയും തേടി നടക്കുന്നേരം തരസാജെന്നൊരു തലയിൽ ചാടി കരവും കാലവനക്കമ്മേല പരവശനപ്പോൾ മിയാവൂ മിയാവൂ. പഠിച്ചതല്ലേ? ഇവിടെ 1-ാം പാഠമില്ലായിരുന്നോ? ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം പെട്ടകത്തിനായതുകൊണ്ട് നല്ല അച്ചടക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവം വന്ന് വാതിലടച്ചു, ആൾക്കാർ പരിഹസിച്ചു, ആക്ഷേപിച്ചെങ്കിലും താഴത്തെ ഉറവേയും മേളത്തെ ഉറവേയും തുറന്നു. സംഭവിച്ചത് ഞാൻ പറയാം. അടിയിൽ നിന്നും മേളിൽ നിന്നും വെള്ളം അങ്ങോട്ട് പൊങ്ങി, മുഴുവൻ വെള്ളം പൊങ്ങി. പെട്ടകം ഉയർന്നു, മുഴുവൻ എണ്ണവും വെള്ളത്തിൽ താഴുക. പെട്ടകം പണിത ആ അപ്പച്ചൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടല്ലോ. പുള്ളി ഇതായിട്ടിങ്ങനെ നിൽക്കുക, ഇനിയും പെട്ടകം വല്ലതും പണിയാന്ന് ഓർത്ത്. പുള്ളിക്ക് കാശ്, പിന്നെ തൊട്ട് കിട്ടുന്ന ചക്രം, ദിനേ ചക്രം കിട്ടുന്നെന്നാ പുള്ളി പറഞ്ഞത്. സ്തോത്രം.
അപ്പോൾ പുള്ളി ഇനിയും ഇതുപോലെ ഭാഷ ഇനിയും വല്ലതും പെട്ടകം കൺവെൻഷൻ വല്ലതും ഉണ്ടേ? കൊട്ടുപടി പുള്ളി ഇങ്ങനെ നിൽക്കുക ഇനി അടുത്ത പണിക്ക്. അന്നേരം ഇങ്ങനെ നിന്നോണ്ടിരുന്നത് അപ്പം കാലയിലൊരു ചെറിയ തണുപ്പ്, ഇവിടെ വെള്ളമാണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങോട്ട് വന്നപ്പം ഭാര്യ ഓടി വന്ന് പറഞ്ഞ്, അച്ഛാ വീട്ടിൽ വെള്ളം കയറി ഓടി. അപ്പം കൊച്ചുങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് എടുക്കാണ്ട് വെള്ളം പൊങ്ങി വരുന്നെന്ന്. ചുരുക്കി പറഞ്ഞാൽ വെള്ളം അങ്ങ് പൊങ്ങി, അടിയിൽ നിന്ന് ഉറവ വന്ന് മേളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പരുവക്കാടാ. ചുരുക്കി പറഞ്ഞാൽ സകല എണ്ണവും മുങ്ങി. ഒറ്റ ചോദ്യം പറഞ്ഞങ്ങ് നിർത്തുക. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവായി. നിങ്ങൾ ശ്രദ്ധിച്ചേ, 4-ാം അധ്യായത്തിനൊടിയിൽ വായിക്കുന്നത് ആരാധന തുടങ്ങിയെന്നാ. എല്ലായിടത്തും ആരാധന, എല്ലാവരും ആരാധിച്ചു. പക്ഷെ പെട്ടകത്തിനകത്ത് കയറിയത് എത്ര എണ്ണമാ? 8 പേര്. ഈ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? എല്ലാം വെള്ളം കുടിച്ച്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ചമ്മന്തിക്ക് പോലും ഒരെണ്ണത്തിന് ഇട്ടില്ലെന്ന്. ചമ്മന്തിക്ക് അരയ്ക്കാൻ പോലും ഒരെണ്ണത്തിന്. ഈ ആരാധിച്ച് പ്രൈസാൻ വർഷിപ്പും ആരാധനയും ചാട്ടവും തുള്ളലും ഈ പ്രസംഗവും കൂട്ടായ്മ നടത്തി സകല എണ്ണവും വെള്ളത്തിൽ മുങ്ങി ചത്തു. അകത്ത് കയറിയത് 8 പേര്. ഏതാ? പ്രമാണത്തിൽ നിന്ന് 8 എണ്ണം അകത്ത് കയറി. ആ പ്രമാണം എന്നാ? 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഒറ്റ വാതിൽ. ആ വാതിൽ ക്രിസ്തു. ആ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടി അകത്ത് കയറിയവനല്ല രക്ഷപ്പെട്ടു, അല്ലാത്തവനെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഇത് മനുഷ്യപുത്രന്റെ വരവിലുണ്ടാകും. നീ കൈവിടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത്. ഉപാധ്യോപകരണങ്ങളെല്ലാം മായിച്ചു കൊട്ടിയച്ചാരും നരകത്തിൽ പോകരുത്. എൻ്റെ കാര്യം പറയാം. പ്രസംഗം കൺവെൻഷന് പ്രസംഗിച്ചു തീക്കുണ്ടത്തിനകത്തേക്ക് ഒന്ന് വീടരുത്. വീഡിയോ എടുത്തേച്ച് നരകത്തിൽ പോകരുത്. ഈ മൈക്ക് സെറ്റ് മോനെയോ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ നരകത്തിൽ പോകരുത്. എന്നെ കേൾക്കുന്നവരോട് പറയാ, ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്, അതിനകത്ത് നീ പോകരുത്. ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറ്. അവിടുന്ന് തിരിച്ചു വരാൻ പോകുക. തിരുസഭയെ ചേർക്കാൻ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.